ഹായ് മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ ഓഫ് എലിമെൻറ്റ്സ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു എലമെൻറ്റ് എത്ര അളവിലുണ്ട് എന്ന് കണ്ടെത്തലാണ് എസ്റ്റിമേഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നോട്ട് ചെയ്ത് പോയിക്കോളൂ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഇതിനോടുകൂടെ ഒന്ന് തുറന്നു വെച്ച് വായിച്ചാൽ എന്തിനാണ് നമ്മൾ ഈ എസ്റ്റിമേഷൻ നടത്തുന്നത് എന്നൊക്കെ NCERT അവിടെ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഗുണം? ടു ഫൈൻഡ്, എന്തിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക? ടു ഫൈൻഡ് മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ്സ്. ഒരു എലമെൻറ്റിൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടിലെ എലമെൻറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ CH4 എന്ന് പറയുന്ന മീഥൈനിൽ കാർബൺ 75% ഉണ്ട് എന്ന് നമ്മൾ പറയൽ അയാളുടെ മാസ് പെർസെൻറ്റേജ് ആണല്ലോ. അത് എത്ര ശതമാനമുണ്ട് എന്ന് ഇതാരാണെന്നറിയാതെ, ആ ഓർഗാനിക് കോമ്പൗണ്ട് ആരാണെന്നറിയാതെ ഇതിൽ ഓരോ എലമെൻറ്റുകളും എത്ര ശതമാനമുണ്ട് എന്ന് കണ്ടെത്താനുള്ള ടെക്നിക്കുകളാണ് എസ്റ്റിമേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ കോമ്പൗണ്ട് ഏതാണെന്ന് നമുക്കറിയില്ല. അതിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ് പ്രകാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഡിറ്റക്ഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ പ്രസൻസ് കണ്ടെത്തലാണല്ലോ ഡിറ്റക്ഷൻ. അങ്ങനെ കണ്ടെത്തിയ എലമെൻറ്റ് എത്ര ശതമാനമുണ്ട് എന്ന് കാണലാണ് എസ്റ്റിമേഷൻ. അങ്ങനെ മാസ് പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല കാണാം. അതുവഴി നമുക്ക് അയാളുടെ മോളിക്കുലാർ ഫോർമുലയൊക്കെ കണ്ടെത്താൻ പറ്റും. മോളാർ മാസ് കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുലയൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി പാർട്ടിൽ ചെറിയ രൂപത്തിൽ ഞാനൊന്ന് അതിനെ മെൻഷൻ ചെയ്തതാണ്. എന്താണ് എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഒക്കെ യൂസ് എന്താണെന്ന് NCERT പറയുന്നത്. എന്നിട്ട് NCERT ഓരോരോ എലമെൻറ്റുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് ഏറ്റവും അവസാനത്തിൽ നമ്മളോടൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രസൻ്റ്ലി ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇന്നൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം കാർബൺ, എത്ര ശതമാനം ഹൈഡ്രജൻ, എത്ര ശതമാനം നൈട്രജൻ എന്നൊക്കെ കാണാൻ ഇഷ്ടം പോലെ ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ ഈ പഴയ പരിപാടികളിലേക്കൊന്നും ഒരുപാട് പോവാറില്ല. അൾട്രാ മോഡേൺ ടെക്നിക്കുകൾ അതിന് അവൈലബിൾ ആണ്, ഒരുപാട് മെഷീനറീസ് അതിന് അവൈലബിൾ ആണ്, ടെക്നിക്കുകൾ അവൈലബിൾ ആണ് എന്ന് NCERT പറയുന്നുണ്ട്. അവിടെ CHN എലമെൻ്റൽ അനലൈസർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ NCERT പരിചയപ്പെടുത്തുന്നുണ്ട്. CHN എലമെൻ്റൽ അനലൈസർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ ആരൊക്കെയാണ് അനാലിസിസ് നടത്താൻ പറ്റുക എന്നുള്ളത് അതിൽ തന്നെ ഉണ്ടല്ലോ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഓൺലി 1 to 3 മില്ലിഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടൊന്നും വേണ്ട, വളരെ കുറഞ്ഞ അളവിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആ അനലൈസറിലേക്ക് ഇട്ട് കൊടുത്താൽ ഡിസ്പ്ലേയിൽ എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട് എന്നൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കാതെ നമുക്കിതൊക്കെ കണ്ടെത്താൻ പറ്റുന്ന അൾട്രാ മോഡേൺ ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണെന്നും NCERT തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്നു. ഇനി നമുക്ക് ഓരോരോ എലമെൻറ്റുകളുടെ എസ്റ്റിമേഷൻ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എല്ലാവരും എഴുതി വെച്ചോ, എസ്റ്റിമേഷൻ ഓഫ്, എഴുതിക്കോ കുഞ്ഞെ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണിനെയും ഹൈഡ്രജനെയും എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക? NCERT വളരെ കൃത്യമായി ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കൃത്യമായി ഒന്ന് കണ്ടിട്ട് പഠിച്ചെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ജെൽഡാൾഡ്സ് മെത്തേഡും ഡ്യൂമാസ് മെത്തേഡൊക്കെ ചിലപ്പോൾ നിങ്ങൾ NCERT വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ പോയിൻറ്സും കിട്ടില്ല എന്ന് മാത്രമല്ല, കിട്ടിയ പോയിൻറ്റ്സ് തന്നെ ശരിക്കും മനസ്സിലാവുകയുമില്ല. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് പറഞ്ഞു തരണേ. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തേക്കുക. മോനെ, കാർബൺ ആൻഡ് ഹൈഡ്രജനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡിനൊരു പേരുണ്ട്. ദിസ് ഈസ് കോൾഡ് ലെബിക്സ് മെത്തേഡ്. എഴുതി വെച്ചോ, ദിസ് ഈസ് കോൾഡ് ലെബിക്സ് മെത്തേഡ്. ഇതിനെ വിളിക്കുന്ന പേര് ലെബിക്സ് മെത്തേഡ് എന്നാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? എടാ, എൻ്റെ കയ്യിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. എന്തൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്? ഇതിൽ കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് W ഗ്രാം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എസ്റ്റിമേഷൻ തീർക്കുന്നത് വരെ W എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്.
ഡീലാണല്ലോ. ആ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിനെ എടുത്തിട്ട് നിങ്ങൾ കോപ്പർ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. ഇതാണ് മെത്തേഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതൊക്കെ നോട്ട് ചെയ്തോളണേ. ഇതാണ് പ്രൊസീജിയർ. എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബണുകളെല്ലാം കാർബൺ ഡൈ ഓക്സൈഡായി മാറും. അതിലെ ഹൈഡ്രജൻ എല്ലാം വാട്ടറായിട്ടും മാറും. അവിടെ നോട്ടെ. ഈ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് ചൂടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പുറത്തേക്ക് വരും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും മാസ് ഞാൻ അളക്കാൻ പോവാണ്. അളന്നപ്പോൾ എനിക്ക് കിട്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് X ഗ്രാം ആണെന്ന് കിട്ടി. ഈ വാട്ടറിൻ്റെ മാസ് Y ഗ്രാം ആണെന്നും കിട്ടി. വെറുതെ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, സാറേ ഈ പുറത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് X ഗ്രാം ആണെന്ന് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക? അത് കണ്ടെത്താൻ നല്ലൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ ചൂടാക്കിയപ്പോൾ, കോപ്പർ ഓക്സൈഡുമായിട്ട് ചൂടാക്കിയപ്പോൾ പുറത്തേക്ക് വരുന്ന എല്ലാ പ്രൊഡക്റ്റിനെയും നമ്മൾ 2 U ട്യൂബിലൂടെ പാസ് ചെയ്യും. U ട്യൂബ് എന്ന് പറഞ്ഞാൽ യു ഷേപ്പ്ഡ് ട്യൂബ് എന്നാണ് അർത്ഥം. യു ഷേപ്പ്ഡ് ട്യൂബ്. ഈ യു ഷേപ്പ്ഡ് ട്യൂബിൽ ആദ്യത്തെ യു ഷേപ്പ്ഡ് ട്യൂബിൽ KOH ഉണ്ടാകും. പഠിച്ചു വെച്ചോട്ടോ. ആദ്യത്തെ യു ഷേപ്പ്ഡ് ട്യൂബിൽ ആരുണ്ട്? KOH ഉണ്ട്. അപ്പോൾ ഈ യു ഷേപ്പ്ഡ് ട്യൂബിൽ ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ ആ പ്രൊഡക്റ്റിനെ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. പഠിച്ചു വെച്ചോട്ടോ. നല്ലോണം ആ മെത്തേഡ് ഒന്ന് നോട്ട് ചെയ്തോ. എടാ ഇതിലൂടെ ഇങ്ങനെ പ്രൊഡക്റ്റുകളെ ഞാൻ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഇതിലൂടെ ഇങ്ങനെ കയറി ഈ പുറത്തുകൂടെ ഇങ്ങനെ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരാടാ ഉള്ളത്? KOH അല്ലേ ഉള്ളത്. KOHന് എന്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കുടുങ്ങി കിടന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ ഇനി പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ KOH കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ പ്രീവിയസ്ലി വെയ്ഡ് യൂട്യൂബിലൂടെ ഞാൻ പാസ് ചെയ്തു. എന്താ ഞാൻ പറയുക? പ്രീവിയസ്ലി വെയ്ഡ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഇതിൻ്റെ വെയിറ്റ് എനിക്കറിയാമെന്ന്. ഈ പ്രൊഡക്റ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള വെയിറ്റ് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെത്രയാണ്? ഒരു 14 ഗ്രാമാണെന്ന് വെറുതെ വിചാരിക്കുക. അത്രയൊന്നും അല്ല, വെറുതെ വിചാരിക്കുക. 14 ഗ്രാമാണ്. ഞാൻ ഈ പ്രൊഡക്റ്റിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഇതിൻ്റെ മാസ് 16 ഗ്രാമായി എന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ എന്താ മനസ്സിലായി? 2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ അയാൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലായത്? അപ്പോൾ അവിടെ ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് അളക്കാൻ പറ്റും? ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയ്റ്റിനെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ് മനസ്സിലാകാൻ KOH കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബിലൂടെ പാസ് ചെയ്താൽ മതി. അത് ഞാൻ നോട്ടാക്കിയിട്ട് എഴുതി തരാം. എല്ലാവരും ഇവിടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി വെച്ചോ. വെയ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ പാസിംഗ് ത്രൂ എഴുതിക്കോട്ടാ. പാസിംഗ് ത്രൂ യു ട്യൂബ് കണ്ടെയ്നിങ് KOH. അതൊരു തിയറി പോയിന്റ് ആക്കിയിട്ട് ഒരു നോട്ടാക്കിയിട്ട് അവിടെ എഴുതി വെച്ചോളൂ. ഓക്കെ അല്ലേടാ? എന്ന പോലെ അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ് കിട്ടി. എന്ന പോലെ നമുക്ക് വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടാൻ ഇതുപോലെ മറ്റൊരു യൂട്യൂബിലൂടെ പാസ് ചെയ്യുക. ആ യൂട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾ കാൽസ്യം ക്ലോറൈഡാണ്. ആരാടാ? കാൽസ്യം ക്ലോറൈഡ്. ഈ കാൽസ്യം ക്ലോറൈഡിന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് എടുത്തിട്ട് ആദ്യം ഒന്ന് തൂക്കി നോക്കുക. അപ്പോൾ 50 ഗ്രാം എന്ന് കിട്ടി. എന്നിട്ട് വെള്ളം ഈ പ്രൊഡക്റ്റ് അതിലൂടെ പാസ് ചെയ്ത് കഴിയുന്ന സമയത്ത് വാട്ടർ മാത്രം അതിൽ ട്രാപ്പ് ചെയ്ത് കിടക്കും. അപ്പോൾ 50 ഗ്രാം കൂടിയിട്ടുണ്ടാകും. ഒരു 55 ഗ്രാമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻക്രീസ് വന്ന മാസ് എത്രയാണ്? 5 ഗ്രാം. അത് ആരുടെ മാസമാണ്? വെള്ളത്തിൻ്റെ മാസമാണ്. അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ മാസ് Y ഗ്രാം ആണെന്ന് മനസ്സിലാക്കാം. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. വെയിറ്റ് ഓഫ് വാട്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ, ഇതേപോലെ ഡയലോഗ് എഴുതും. വെയിറ്റ് ഓഫ് വാട്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ പാസിംഗ് ത്രൂ യൂട്യൂബ് കണ്ടെയ്നിങ് ആരാണെന്നുള്ള കോമ്പൗണ്ട് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ഓർ വേറൊരാളും കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് NCERTയിൽ ആ പ്രയോഗമില്ല, ഞാൻ എക്സ്ട്രാ തരികയാണ്. ആൻഹൈഡ്രസ് മഗ്നീഷ്യം പെർ ക്ലോറേറ്റ്. അപ്പോൾ ഈ 2 മെത്തേഡിലൂടെ നമുക്ക് എന്ത് കാണാം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസും വാട്ടറിൻ്റെ മാസും കണ്ടെത്താൻ പറ്റും. ഇപ്പം നമ്മൾ എവിടെ ഉള്ളത് എന്നൊന്ന് പറഞ്ഞ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണും ഹൈഡ്രജൻ്റെയും അളവ് കണ്ടെത്താൻ പോവുകയാണ്. കാർബണിനെ ഈ കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡുമായിട്ട് ചൂടാക്കുമ്പോൾ
കാർബൺ എല്ലാം കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ എല്ലാം വാട്ടറുമായിട്ട് മാറും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും മാസിനെ ഈ പറയുന്ന കറസ്പോണ്ടിങ് യൂട്യൂബിലൂടെ പാസ് ചെയ്തിട്ട് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? എടാ പഠിച്ചോ, പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ചോട്ടോ. എല്ലായിടത്തും മോനെ, എല്ലായിടത്തും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളിലും നിങ്ങൾ കോമൺ ആയിട്ട് ഒരേ പാറ്റേൺ നോട്ട് ചെയ്യുക. ആ പാറ്റേൺ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം ആ പാറ്റേൺ എന്താണെന്ന് ഓർത്തു വെക്കലാണ്. അത് വന്നത് മനസ്സിലാക്കിയിട്ട് ആ പാറ്റേൺ ഡിറൈവ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആ പാറ്റേൺ ഓർത്തു വെക്കൽ. ഞാൻ പഠിപ്പിച്ചു തരാം. x/w ഇൻറ്റു 12/44 ഇൻറ്റു 100. ഇതെങ്ങനെയാണ് ഞാൻ കാണാതെ പഠിച്ചത്? ഞാൻ കാണിച്ചു തരാം. എല്ലാവരും നോക്കിക്കോ മോനെ. എടാ എല്ലായിടത്തും x/w ഉണ്ടാവും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിനെ നമ്മൾ എന്താക്കിയാടാ മാറ്റിയത്? W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിനെ ചൂടാക്കിയപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയല്ലേ മാറ്റിയത്. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള കാർബണുകൾ മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആയല്ലേ മാറിയത്. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണ് എക്സ്. അപ്പോൾ എപ്പോഴും എന്ത് പ്രൊഡക്റ്റ് ആക്കിയാണോ മാറ്റുന്നത് അയാളുടെ മാസാണ് മുകളിൽ ഉണ്ടാവുക, എക്സ്. ഡിവൈഡഡ് ബൈ ഡബ്ല്യു. ഡബ്ല്യു എപ്പോഴും താഴെ ഉണ്ടാവും. അതാരാ ഡബ്ല്യു? ഞാൻ എടുത്ത ആ സാമ്പിൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ്. ഇതെല്ലായിടത്തും കോമൺ ആണ്. ഇൻറ്റു, എടാ മോനെ, നമ്മൾ ഈ ഉണ്ടാക്കിയ ആളാരാ? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിലെ ആരെയാണ് നമ്മൾ അളക്കാൻ പോണത്? കാർബണിനെ അല്ലേടാ. കാർബണിൻ്റെ പെർസെൻറ്റേജ് അല്ലേ അളക്കാൻ പോണേ. ആ കാർബണിൻ്റെ മാസാണ് മുകളിൽ ഉണ്ടാവുക. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ, അതുകൊണ്ട് 12. ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ മാസ് 44 താഴെ ഉണ്ടാവുക, ഇൻറ്റു 100. ഇതേ ഫോർമാറ്റിലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവരും. അതുകൊണ്ട് ഇത് മനസ്സിലായില്ലെങ്കിലും ബേജാറാവണ്ട. അടുത്തേക്ക് പോവാം. എടാ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ്റെ ഇക്വേഷൻ ഞാൻ കാണാൻ പോവാം. അതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, എടാ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡും ഇട്ട് ചൂടാക്കിയ സമയത്ത് അതിലുണ്ടായിരുന്ന ഹൈഡ്രജൻ എല്ലാം എന്തായി മാറി എന്നാ പറഞ്ഞേ? വാട്ടർ. ആ വാട്ടറിൻ്റെ മാസ് Y ഗ്രാം എന്നല്ലേ എടാ ഞാൻ പഠിപ്പിച്ച്. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്തേ മോനെ. മുകളിൽ ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ മാസിനെ ഞാനിവിടെ Y എന്നാണ് എടുത്തേക്കുന്നത്. ഡിവൈഡഡ് ബൈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് W ഇൻറ്റു ഉണ്ടായ പ്രൊഡക്റ്റിൽ ആരെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. അത് എത്ര ഉണ്ട്? 2 എണ്ണം. അപ്പോൾ അതിൻ്റെ മാസ് 2 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ടോട്ടൽ മോളാർ മാസ് 18 ഇൻറ്റു 100. കളി മനസ്സിലായില്ലേ? ഇതും ഒരേ ഇക്വേഷനാണ്. ഒരേ ഫോർമാറ്റിലാണ്. ഇങ്ങനെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഈ ഫോർമാറ്റ് വൃത്തിയായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്ത കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോർമാറ്റിലൂടെ ഓരോരോ എലമെൻറ്റുകളുടെ ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇതെല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ മക്കളെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുതിക്കോളൂ. എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ ആണ്. 2 എഴുതുമോനെ. എസ്റ്റിമേഷൻ ഓഫ്, എൻ്റെ കൂടെ എഴുതിക്കോളൂ, എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. ഹാലജൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹാലജൻ്റെ എസ്റ്റിമേഷനിൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് കാരിയസ് മെത്തേഡ് എന്നാണ്. കാരിയസ് മെത്തേഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ഒരു പ്രത്യേക ട്യൂബിലാണ് എടുക്കുക. ആ ട്യൂബിൻ്റെ പേരാണ് കാരിയസ് ട്യൂബ്. അപ്പോൾ കാരിയസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കാരിയസ് ട്യൂബാണ്. ആ ട്യൂബിൻ്റെ ഫിഗറൊക്കെ NCERT കൊടുത്തിട്ടുണ്ട്. വലിയ നീളത്തിലുള്ള ഒരു ട്യൂബാണ്. ആ ട്യൂബിൻ്റെ ലെങ്ത് NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളും പഠിച്ചോ, സിമ്പിളാണ്. 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ വളരെ നീളമുള്ള 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 മീറ്ററായി. നല്ല നീളമുള്ള ഒരു വലിയ ട്യൂബാണ് ആര്? കാരിയസ് ട്യൂബ്. അതിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററാണ്. 2 സെൻറ്റിമീറ്ററാണ്. നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാരിയസ് ട്യൂബിൽ വെച്ചാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. എന്താ ചെയ്യുന്നത്? പഠിച്ചോട്ടടാ. എല്ലായിടത്തും ഒരേപോലെയാണ്. ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് എത്രയാണ്? W ഗ്രാം ആണെന്ന് ഞാൻ ആദ്യമേ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ചെയ്യുന്ന പരിപാടി നല്ലോണം ശ്രദ്ധിച്ചോളണം. ഇതിൽ 2 പേരെ ആഡ് ചെയ്യും. ഒന്ന് നിങ്ങൾക്കറിയാം, ഫ്യൂമിങ് HNO3. ഒന്നരടാ ഫ്യൂമിങ് HNO3. രണ്ടാമത്തെ നിങ്ങൾക്കറിയാം AgNO3 എന്ന് പറയുന്ന ആളാണ്. ഇത് 2 ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചൂടാക്കും. എവിടെ ഇട്ടാണ് ചൂടാക്കണേ? കാരിയസ് ട്യൂബിൽ ഇട്ടിട്ടാണ് ചൂടാക്കണേ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഫ്യൂമിങ് HNO3 ഒഴിച്ചിട്ട് AgNO3 ഇട്ടിട്ട് നമ്മളത് കാരിയസ് ട്യൂബിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ചൂടാക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓർഗാനിക് കോമ്പൗണ്ടിൽ സ്വാഭാവികമായും കാർബൺ ഉണ്ടാവുമല്ലോ.
ആ കാർബൺ കംപ്ലീറ്റ്ലി കാർബൺ ഡൈ ഓക്സൈഡായി മാറിയിട്ടുണ്ടാവും. ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി വാട്ടറായി മാറിയിട്ടുണ്ടാവും. ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ഉണ്ടെങ്കിൽ അത് H2SO4 ആയി മാറിയിട്ടുണ്ടാകും. ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടാകും. ഹാലജൻ ഉണ്ടാവണമല്ലോ, കാര്യം ഹാലജൻ എത്ര എന്ന് അളക്കാനാണല്ലോ നമ്മൾ ഈ പണിക്ക് നിൽക്കണേ. അപ്പോൾ ഹാലജൻ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിലാണല്ലോ നമ്മൾ ഈ ഇടപാട് നടത്തുള്ളൂ. ഹാലജൻ ഉണ്ടെങ്കിൽ അത് AgX ആയി മാറിയിട്ടുണ്ടാവും. AgX. എൻ്റെ പൊന്നുമോനെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് അല്ലേ, അതങ്ങോട്ട് പൊക്കോളും. H2O ലിക്വിഡ് അല്ലേ, H2SO4 ലിക്വിഡ് അല്ലേ, സൾഫ്യൂരിക് ആസിഡ്. ഇതിൽ AgX എന്ന് പറയുന്നത് ഒരു സോളിഡാണ്. അയാളൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത പരിപാടി ആ പ്രസിപ്പിറ്റേറ്റിനെ എടുക്കുക എന്നതാണ്. ആ പ്രസിപ്പിറ്റേറ്റിനെ എടുത്തിട്ട് 4 പണി ചെയ്യണം. എന്താണ് അറിയോ? ആദ്യം ആ പ്രസിപ്പിറ്റേറ്റിനെ മറ്റുള്ളവരിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ കഴുകുക, വാഷ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്യുക, എന്നിട്ട് അതിനെ വെയ് ചെയ്യുക, അളന്നെടുക്കുക. ഈ 4 പണി ചെയ്യണം. എന്താടാ? ആ പ്രസിപ്പിറ്റേറ്റിനെ എടുത്തിട്ട് ബാക്കിയുള്ള ഈ H2O H2SO4 എന്നൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ നന്നായി കഴുകുക, എന്നിട്ട് അതിനെ നന്നായി ഉണക്കുക. ഈ കഴുകിയ സമയത്തുണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റൊന്നും അതിലുണ്ടാവാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ പ്യുവറായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റിനെ എടുത്തിട്ട് നമ്മൾ വെയ് ചെയ്ത് നോക്കുക, അളന്ന് നോക്കുക, അത് എത്ര ഗ്രാം ഉണ്ട് എന്ന് അളക്കുക. അങ്ങനെ ഇതിൻ്റെ മാസ് X ഗ്രാം ആണെന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെ അളന്ന് കിട്ടിയ മാസ് X ഗ്രാമാണ് എങ്കിൽ, എടാ മോനെ, ഇനി നമ്മുടെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കാം. പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ എങ്ങനെ കാണുക? എടാ മോനെ, ക്ലോറിൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി എന്തായി മാറിയിട്ടുണ്ടാകും? AgCl ആയി മാറിയിട്ടുണ്ടാകും. ശരിയല്ലേ? ക്ലോറിൻ കംപ്ലീറ്റ്ലി AgCl ആയിട്ടാണ് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ AgCl ആയിട്ട് മാറിയ ക്ലോറിൻ്റെ മാസ് നമ്മളെങ്ങനെയാണ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? എല്ലായിടത്തും ഒരേ ഇക്വേഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ മാസിന് എത്രയാണെന്നാണ് ഞാനിവിടെ അളന്നെടുത്തത്? X എന്നെടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ്, അതെപ്പോഴും W ആയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്, ഇൻറ്റു പറ എന്താണ് ഇവിടെ ഉണ്ടായ കോമ്പൗണ്ട്? AgCl. ആ AgClൽ നമ്മൾ ആരെയാണ് നോക്കുന്നത്? Clനെ. അയാളുടെ മാസ് എത്ര? 35.5, 35.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് AgCl. സിൽവറിൻ്റെ മാസ് 108 ആണ് മോനെ, പ്ലസ് 35.5. അത് എത്രയോ ആയിക്കോട്ടെ, 143.5 എന്ന് കൂട്ടിയാൽ നിനക്ക് കിട്ടും. അത് എത്ര ആയിക്കോട്ടെ, അത് കാണാതെ പഠിക്കരുത്. അത് നിങ്ങൾക്ക് 108 ആണ് സിൽവർ നോർത്ത് വെച്ചാൽ എപ്പോൾ വേണേലും നിങ്ങൾക്ക് അത് കൂട്ടി നോക്കാമല്ലോ. ഇൻറ്റു 100 കഴിഞ്ഞു. ഇതാണ് ക്ലോറിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഇനിയിപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണെങ്കിലോ, ഹലോ മോനെ, പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണെങ്കിലോ, AgClന് പകരം ബ്രോമിൻ ആണെങ്കിൽ AgBr ആണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നർത്ഥം. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? X/W, അതിൽ മാറ്റമില്ല. അവിടെ X എന്താ? X എന്ന് പറഞ്ഞാൽ എത്ര AgBr ഉണ്ടായി, അതിനെ ഉണക്കി പൊടിച്ച് വെയ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ മാസാണ് X, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് W, ഇൻറ്റു ബ്രോമിൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം 80 ആണ്, ഡിവൈഡഡ് ബൈ 108 പ്ലസ് 80 ഇൻറ്റു 100. ഇതൊക്കെ പിന്നെ നിങ്ങൾ കൂട്ടി വയ്ക്കിയാൽ മതി മോനെ. അതവിടെ കൂട്ടി എഴുതലൊന്നും നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നിങ്ങളത് മറക്കും. 188, അത് അപ്പുറത്ത് 143.5. ഇനി അയഡിൻ വരുമ്പോൾ വേറെ വില അതൊന്നും കാണാൻ പഠിക്കണ്ട, അത് നിങ്ങൾ പിന്നെ കൂട്ടി നോക്കിയാൽ മതി. ഇതാ പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെ കൂട്ടിയാൽ മതി. പെർസെൻറ്റേജ് ഓഫ് അയഡിൻ കാണാൻ X/W ഇൻറ്റു അയഡിൻ്റെ മാസ് 127 ഡിവൈഡ് ബൈ 108 പ്ലസ് 127 ഇൻറ്റു 100. അപ്പോൾ നിങ്ങളിവിടെ ആകെ പഠിക്കേണ്ടത് ഈ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ്റെ മാസ് എത്രയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്താൽ മതി. ക്ലോറിൻ ബ്രോമിൻ അയഡിൻ്റെ മാസ് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഇവിടെ ഫ്ലൂറിൻ യൂസ് ചെയ്യാത്തത് എന്ന്, അല്ലെങ്കിൽ ഫ്ലൂറിൻ്റെ എസ്റ്റിമേഷൻ എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്ന് ഡിറ്റക്ഷൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടാകുന്ന ആൾ AgF ആയിരിക്കും, അത് സൊല്യൂബിളാണ്. അപ്പോൾ ഇതേപോലെ നമുക്കിവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടൂല. ഫ്ലൂറിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ AgF ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടാതെ പിന്നെ നമ്മൾ എന്ത് കഴുകി വറുത്ത് പൊടിക്കാനാടാ? അതുകൊണ്ട് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാർ AgCl, AgBr, Agi ആയതുകൊണ്ടാണ് ഈ 3 ആൾക്കാരെ മാത്രം ഈ മെത്തേഡിൽ യൂസ് ചെയ്യുക. ഇവിടെ ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കണ്ടെത്തി, അത് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. ബ്രോമിൻ കണ്ടെത്തി കറക്റ്റ് വാല്യൂ കിട്ടും. പക്ഷേ അയഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്തിയാൽ അത് അതിൻ്റെ ഒറിജിനൽ പെർസെൻറ്റേജിനേക്കാൾ സ്ലൈറ്റ്ലി കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ അയഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടിയ ഒരു 20% ആണ് അയഡിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. ശരിക്കും ചിലപ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു 21% 22% ഒക്കെ അയഡിൻ ഉണ്ടാവും.
വളരെ ഒരു ചെറിയ പൊടി കുറവായിരിക്കും നമുക്ക് അയഡിൻ കണ്ടെത്തിയാൽ കിട്ടുന്ന ആ ഒറിജിനൽ നമുക്ക് കിട്ടുന്ന വാല്യൂ തിയററ്റിക്കൽ വാല്യൂവിനേക്കാൾ സ്ലൈറ്റ്ലി ലെസ് ആയിരിക്കും. അതെന്തുകൊണ്ട് എന്ന് പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. അതൊരു തിയറി ക്വസ്റ്റ്യനാണ്, നോക്കിക്കൊണ്ടാ. അപ്പോൾ അത് ഇവിടെ നിന്ന് എഴുതി വെച്ചേ, സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചേ, നോട്ടാക്കിയിട്ട് എഴുതി വെച്ചേടാ. എന്താണ് പെർസെൻറ്റേജ് ഓഫ് അയഡിൻ ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിലൂടെ കണ്ടെത്തുന്ന അയഡിൻ്റെ പെർസെൻറ്റേജ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ തിയററ്റിക്കൽ വാല്യൂ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്താണ്? റീസൺ പഠിച്ചോട്ടാ. എന്താ അറിയോടാ? ഈ ഉണ്ടാകുന്ന AgCl, AgBr, AgI ഇല്ലേടാ, ഈ 3 പേരും എന്തായിട്ടാണ് എനിക്ക് കിട്ടുക? പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണല്ലോ കിട്ടുക. ആ പ്രസിപ്പിറ്റേറ്റിനെയാണല്ലോ ഞാൻ പിന്നെ ഫിൽറ്റർ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെയ് ചെയ്ത് എടുക്കുന്നത്. എന്നാൽ ഉണ്ടാകുന്നത് AgI ആണെങ്കിൽ അത് ഇവിടെയുള്ള ലിക്വിഡിൽ കുറച്ച് സൊല്യൂബിളാണ്, ഒരുപാടൊന്നുമില്ല, വളരെ സ്ലൈറ്റ്ലി സൊല്യൂബിളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായ AgI കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല, കുറച്ച് സൊല്യൂബിളായിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും ഉണ്ടായ AgIയുടെ അത്രമാത്രം ഉണ്ടാവില്ല, ഒരു പൊടി കുറവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എക്സ് ഒറിജിനലി ഉള്ള AgIയുടെ ഫുൾ വാല്യൂ ഉണ്ടാവില്ല എന്നർത്ഥം, കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ആ എക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് അയഡിൻ സ്ലൈറ്റ്ലി തിയററ്റിക്കൽ വാല്യൂവിനേക്കാൾ കുറവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എഴുതി വെച്ചോ. AgI ഈസ് സ്ലൈറ്റ്ലി soluble in HNO3. ഇവിടെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു HNO3 ഉണ്ടല്ലോ, ആ HNO3യിൽ AgI വളരെ കുറച്ച് മാത്രം സൊല്യൂബിളാണ്. അതുകൊണ്ട് അതിൻ്റെ വെയ്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജനിൽ നിങ്ങൾ പഠിക്കാനുള്ളൂ. കഴിഞ്ഞു, ഹാലജൻ്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞു, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എസ്റ്റിമേഷൻ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൾഫറിൻ്റെ എസ്റ്റിമേഷനാണ്. ഹെഡിങ് എഴുതിക്കോ, എസ്റ്റിമേഷൻ ഓഫ് സൾഫർ. എഴുതിയില്ല മക്കളെ? എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ഇതുപോലെ തന്നെയാണ്, സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇതുവരെയുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ കാര്യമാണ് സൾഫറിൻ്റെ എസ്റ്റിമേഷൻ. സിമ്പിളാണ്, നോക്കിക്കോട്ടെ. എന്താണ് മെത്തേഡ്? പഠിച്ചോളൂ. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, എന്നിട്ട് ചൂടാക്കുന്ന സമയത്ത് ഒന്നിരിക്കൽ അവിടെ സോഡിയം പെറോക്സൈഡ് വേണം, അല്ലെങ്കിൽ അവിടെ ആര് വേണം? HNO3 വേണം, ഫ്യൂമിങ് HNO3 വേണം, അല്ലെങ്കിൽ സോഡിയം പെറോക്സൈഡ് വേണം. അങ്ങനെ അവരെ ചൂടാക്കി കിട്ടുന്ന ആ സാധനം വീണ്ടും എക്സസ് ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എക്സസ് ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ അങ്ങനെ നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയടാ? ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ആരുണ്ട്? അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, കെമിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോണേ. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ആരുണ്ട്? സൾഫർ ഉണ്ട്. എത്രമാത്രം സൾഫർ ഉണ്ട് എന്ന് കാണാനാണല്ലോ നമ്മൾ ഈ പണിക്ക് നിൽക്കണേ. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള സൾഫർ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, സോഡിയം പെറോക്സൈഡ് HNO3 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് H2SO4 ആയി മാറിയിട്ടുണ്ടാവും. ആ H2SO4ലേക്കാണ് എക്സസ് ഓഫ് ബേരിയം ക്ലോറൈഡ് നീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബേരിയം സൾഫേറ്റ് ആയി മാറിയിട്ടുണ്ടാവും. ഈ ബേരിയം സൾഫേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസിപ്പിറ്റേറ്റാണ്. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കും, കഴുകും, എന്നിട്ട് ഉണക്കും, എന്നിട്ട് അതിൻ്റെ മാസ് എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പരിപാടി: ഫിൽറ്റേർഡ്, വാഷ്ഡ്, ഡ്രൈഡ് ആൻഡ് വെയ്ഡ്. NCERT പറയുന്ന വാക്കുകളാണ്. അങ്ങനെ നമുക്ക് ഈ BSO4ൻ്റെ മാസ് കിട്ടി, ദാറ്റ് ഈസ് എക്സ് ഗ്രാം എന്ന് കിട്ടി, എക്സ് ഗ്രാം ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇനി പെർസെൻറ്റേജ് ഓഫ് സൾഫർ എങ്ങനെയാണ് കാണാം? പെർസെൻറ്റേജ് ഓഫ് സൾഫർ കാണാനുള്ള ഇക്വേഷൻ, കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ മാസ് എക്സ് ഡിവൈഡഡ് ബൈ നമ്മളെടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് W ഇൻറ്റു ബേരിയം സൾഫേറ്റ് ആണ്. അതിൽ ആരുടെ എസ്റ്റിമേഷനാണ്? സൾഫറിൻ്റെ എസ്റ്റിമേഷനാണ്. സൾഫർ എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ സൾഫറിൻ്റെ മാസ് എഴുതുക 32 ഡിവൈഡഡ് ബൈ ബേരിയം സൾഫേറ്റിൻ്റെ ടോട്ടൽ മാസ് കൂട്ടി നോക്കിയാൽ 233 എന്നാണ് കിട്ടുക, 233. അത് കാണാൻ പഠിച്ചോ? ഇൻറ്റു 100. പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ല മോനെ? ഇതാണ് സൾഫറിൻ്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ് ആണ്.
നമുക്ക് 6 ഹെഡിങ്ങേ ഉള്ളൂ കേട്ടോ. അതിലിപ്പോൾ 4 എത്തി. എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ് വൃത്തിയായിട്ടൊന്ന് ഹെഡിങ് എഴുതി വെച്ചേ മക്കളെ. ഫോസ്ഫറസിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ശരിക്കും പഠിച്ചോളണേ. ഫോസ്ഫറസിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. എല്ലാവരും നോട്ട് ചെയ്തോട്ടാ. 2 മെത്തേഡിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ മെത്തേഡ് 1 എന്ന് എഴുതുക. ഒന്നാമത്തെ മെത്തേഡ്. എടാ നമ്മൾ ആദ്യം W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇപ്പോൾ ആരുണ്ടടാ? ഫോസ്ഫറസ് ഉണ്ട്. കണ്ടെയ്നിങ് ഫോസ്ഫറസ്. അതിൽ ഫോസ്ഫറസ് ഉണ്ട്. ഇനി അതിലെ ഫോസ്ഫറസ് എത്ര അളവിലുണ്ട് എന്നാണല്ലോ നമ്മൾ കാണാൻ പോണേ. അപ്പോൾ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിനെ ചൂടാക്കുക. എന്തിൻ്റെ പ്രസൻസിൽ? HNO3യുടെ പ്രസൻസിൽ ചൂടാക്കുക. അപ്പോൾ HNO3 2-3 തവണയായിട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ആളാണ്. ഫ്യൂമിങ് HNO3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓക്സിഡേഷൻ സംഭവിക്കും. സൾഫർ ഉണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആകും, കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ ആകും. എന്ന പോലെ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അത് H3PO4 ആയി മാറിയിട്ടുണ്ടാവും, അഥവാ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് ആണല്ലോ. ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഫോസ്ഫോറിക് ആസിഡിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ മഗ്നീഷ്യ മിക്സ്ചർ ആഡ് ചെയ്യുക. അപ്പോൾ ആരാണ് മഗ്നീഷ്യ മിക്സ്ചർ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഞാനിവിടെ എഴുതി തരാം. 3 ആൾക്കാർ കൂടി ചേർന്നതാണ്. ഒന്ന് MgCl2, മറ്റൊന്ന് NH4Cl, മറ്റൊന്ന് NH4OH. ഈ 3 ആൾക്കാർ കൂടി ചേർന്ന ആളാണ് മഗ്നീഷ്യ മിക്സ്ചർ. അപ്പോൾ മഗ്നീഷ്യ മിക്സർ ഇട്ട് ചൂടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നോക്കിക്കോ. MgNH4PO4 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ടിനെ അല്ല നമ്മൾ യൂസ് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് ചൂടാക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ കോമ്പൗണ്ടിനെ നോട്ട് ചെയ്തോളണം. Mg2P2O7. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആൾ. Mg2P2O7. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് അവസാനിച്ചു. അപ്പോൾ ആ മെത്തേഡിലെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഓർത്ത് വെച്ചേക്കണേ. ഓർഗാനിക് കോമ്പൗണ്ട് അളന്ന് നോക്കിയിട്ടുണ്ട്. HNO3 ഇട്ട് ചൂടാക്കുക, H3PO4 ഉണ്ടാകും. മഗ്നീഷ്യ മിക്സർ ഇട്ട് ചൂടാക്കുക, അപ്പോൾ MgNH4PO4 ഉണ്ടാകും. ജസ്റ്റ് ഇഗ്നീഷൻ കൊടുക്കുക, വെറുതെ ചൂടാക്കുക, Mg2P2O7 ഉണ്ടാകും. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അങ്ങനെ കിട്ടിയ Mg2P2O7ൻ്റെ മാസിനെ നമ്മൾ അളന്നെടുത്തപ്പോൾ X ഗ്രാം ആണെന്ന് നമുക്ക് കിട്ടി. ഇനി പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് കാണാം. എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് ഇസ് ഈക്വൽ ടു കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ മാസ് X ഡിവൈഡഡ് ബൈ ഉപയോഗിച്ച ഓർഗാനിക് കോമ്പൗണ്ട്, സ്റ്റാർട്ട് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് W ഇൻടു. എടാ ആ കാണുന്ന കോമ്പൗണ്ടിൽ ആരുണ്ട്? ആരെയാണ് നമ്മൾ അളക്കാൻ പോകുന്നത്? ഫോസ്ഫറസിനെ. ആ ഫോസ്ഫറസിൻ്റെ ടോട്ടൽ മാസ്. ഫോസ്ഫറസ് ഇവിടെ എത്ര ഉണ്ട് കുഞ്ഞെ? 2 എണ്ണം ഉണ്ട്. ഒരു ഫോസ്ഫറസിൻ്റെ മാസ് 31 ആണ്. 2 ഫോസ്ഫറസ് 62 ഡിവൈഡഡ് ബൈ മഗ്നീഷ്യത്തിൻ്റെ മാസ് നിങ്ങൾക്കറിയാം 24 ആണ്. ഓക്സിജൻ്റെ മാസ് നിങ്ങൾക്കറിയാം 16 ആണ്. ഫോസ്ഫറസിൻ്റെ മാസ് ഇപ്പം ഞാൻ പറഞ്ഞു 31 ആണ്. അപ്പോൾ അത് മൊത്തം കൂട്ടി നോക്കിയാൽ നല്ലൊരു ഫാൻസി നമ്പർ കിട്ടും, 222. പിന്നെന്താ ലാസ്റ്റ് ഇൻറ്റു 100. പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേടാ? ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, NCERTയിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. രണ്ടാമത് ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് NCERTയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആ മെത്തേഡിലും ഈ സ്റ്റെപ്പ് വരെ സെയിം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പരിപാടി മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. മെത്തേഡ് 2. രണ്ടാമത്തെ മെത്തേഡ് W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് HNO3 ഇട്ട് ചൂടാക്കുക. അപ്പോൾ ഇതിൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി H3PO4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ അമോണിയ ഇടുക. അമോണിയ ഇട്ട് ചൂടാക്കുക. അപ്പോൾ H3PO4 ഫോസ്ഫോറിക് ആസിഡും അമോണിയയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു സോൾട്ട് ഉണ്ടാകും. NH4 ത്രൈസ് PO4 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതിലേക്ക് അമോണിയം, കേട്ടോട്ടോ, അമോണിയം മോളിബ്ഡേറ്റ് ആഡ് ചെയ്യുക. അമോണിയം മോളിബ്ഡേറ്റ്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് NH4 ത്രൈസ് PO4 .12MOO3 എന്ന് പറയുന്ന ഒരു വലിയ കോമ്പൗണ്ടാണ്. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ കംപ്ലീറ്റ് നെയിം ഇങ്ങനെയാണ്: അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ്. അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് എന്നാണ് ഇവൻ്റെ ഫുൾ നെയിം. അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ആ അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് തൂക്കി നോക്കിയപ്പോൾ അത് X ഗ്രാം ആണ് നമുക്ക് കിട്ടി. ഇനി ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാടാ.
എങ്ങനെയാണ് ഉണ്ടാവുക? പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് ഇസ് ഈക്വൽ ടു ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ മാസ് എക്സ് ഡിവൈഡഡ് ബൈ ഉപയോഗിച്ച ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് ഡബ്ല്യു ഇൻറ്റു നോക്കിയേടാ അവിടെ ആരെയാണ് നമ്മൾ അളക്കുന്നത്? ഫോസ്ഫറസിനെയാണ് അളക്കുന്നത്. ഇവിടെ ഫോസ്ഫറസ് എത്ര എണ്ണം ഉണ്ട്? ഒരൊറ്റ എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് മുകളിൽ അതിൻ്റെ മാസ് 31 ഡിവൈഡഡ് ബൈ ആ കാണുന്ന എല്ലാവരുടെയും മാസ് കൂട്ടി നോക്കുക 1877 എന്ന് വരും ഇൻറ്റു 100. എങ്ങനെ വന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് മോളിബ്ഡിനത്തിൻ്റെ മാസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. വിട്ടേക്ക് 31 ഡിവൈഡഡ് ബൈ 1877 ഇൻറ്റു 100. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ഫോസ്ഫറസ് എങ്ങനെയാണ് കാണുക, രണ്ടാമത്തെ മെത്തേഡിലൂടെ ഫോസ്ഫറസിനെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ മനസ്സിലായില്ലേ? മെത്തേഡ് മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഫോസ്ഫറസിനെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളത് പഠിച്ചു. അഞ്ചാമത്തെ എസ്റ്റിമേഷനിലേക്ക് കിടക്കാം. 5th വൺ എഴുതി വെച്ചോ. എസ്റ്റിമേഷൻ ഓഫ് എഴുതു കുഞ്ഞെ. എസ്റ്റിമേഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജനെ എങ്ങനെയാണ് അളന്നെടുക്കുക? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര അളവിൽ ഓക്സിജൻ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താം? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര അളവിൽ ഓക്സിജൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? എസ്റ്റിമേഷൻ ഓഫ് ഓക്സിജനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ മോനെ, ഓക്സിജനെ സാധാരണ അളന്നെടുക്കുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ജനറലി എന്താ ചെയ്യാറിയോ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കുറേ എലമെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തേക്ക് ഓക്സിജനെ മാറ്റി വെക്കും. ഇപ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട് എന്ന് വെറുതെ വിചാരിച്ചു. ഓക്സിജനെ മാത്രം കണ്ടെത്തൂല, ബാക്കിയൊക്കെ കണ്ടെത്തും. ഇത് 10, ഇത് 20, ഇത് 25, ഇത് 17 എന്നൊക്കെ കിട്ടിയെന്ന് വെറുതെ വിചാരിക്കും. അപ്പോൾ ബാക്കി ഓക്സിജൻ ആയിരിക്കുമല്ലോ. 100ൽ നിന്ന് മൈനസ് ചെയ്ത ഓക്സിജൻ്റെ കിട്ടൂലേ? ഇങ്ങനെയാണ് ജനറലി കണ്ടെത്താറുള്ളത്. അപ്പോൾ ജനറലി ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എങ്ങനെ കാണുക? 100ൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് അതർ എലമെൻറ്റ്സ് മൈനസ് ചെയ്യാറാണ് പതിവ്. അതർ എലമെൻറ്റ്സ്. അങ്ങനെ ഓക്സിജനെ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ എല്ലാവരുടേതും കണ്ടെത്താൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കണ്ടെത്തിയിട്ട് അവസാനം ഒരാളുടേത് 100ൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാകുമല്ലോ. അങ്ങനെയാണ് ഓക്സിജനെ കണ്ടെത്താറ്. അപ്പോൾ ഓക്സിജൻ ഒരു വിഷമാവുമല്ലോ, എനിക്ക് മാത്രം മെത്തേഡ് ഇല്ല എന്ന്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഓക്സിജന് മാത്രമായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് അതർ മെത്തേഡ് എന്നുള്ള പേരിൽ ഞാൻ ഇനി പഠിപ്പിക്കാൻ പോണത്. അതർ മെത്തേഡ്. ഓക്സിജനെ ഒരാൾക്ക് ഇപ്പോൾ ഓക്സിജൻ്റെ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് കൂട്ടാൻ തന്നിട്ട് പറഞ്ഞു ഇതിൽ ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും കാണുക, എന്നിട്ട് അത് 100ൽ നിന്ന് മൈനസ് ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഓക്സിജനെ മാത്രം കാണാനൊരു മെത്തേഡൊക്കെ ഉണ്ട്. അതെന്താ മെത്തേഡ്? ശരിക്കും പഠിച്ചോട്ടടാ. W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. എന്നിട്ട് 3 സ്റ്റെപ്പിലാണ്. 3 സ്റ്റെപ്പിലും ചൂടാക്കുന്നുണ്ട്. ഓർത്ത് വെച്ചോ, 3 സ്റ്റെപ്പിലും ചൂടാക്കുന്നുണ്ട്. ആദ്യം ചൂടാക്കുന്നത് നൈട്രജൻ്റെ പ്രസൻസിൽ, രണ്ടാമത് ചൂടാക്കുന്നത് റെഡ് ഹോട്ട് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, കാർബണിൻ്റെ പ്രസൻസിൽ. മൂന്നാമത്തത് I2O5ൻ്റെ പ്രസൻസിൽ. ഇങ്ങനെ 3 തവണ ചൂടാക്കുക. 3 ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ആദ്യം നൈട്രജൻ്റെ പ്രസൻസിൽ ചൂടാക്കുക, റെഡ് ഹോട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക, I2O5ൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. എന്താ സംഭവിക്കുക കുഞ്ഞെ? ഞാൻ പഠിപ്പിച്ചു തരാം. നോക്കിക്കോ. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. വേറെ ഏതൊക്കെയോ എലമെൻറ്റുകളുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഓക്സിജനാണ്. ആ ഓക്സിജൻ ഫസ്റ്റ് സ്റ്റെപ്പിലെത്തുമ്പോൾ O2 ആയിട്ട് മാറിയിട്ടു. ആ O2 എന്ന് പറയുന്ന ആൾ കോക്കുമായിട്ട് ചൂടാക്കുമ്പോൾ കാർബൺ മോണോക്സൈഡായി മാറിയിട്ടുണ്ടാവും. ആ കാർബൺ മോണോക്സൈഡ് വീണ്ടും I2O5യുമായിട്ട് ചൂടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡായി മാറിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ 3 സ്റ്റെപ്പിലാണ് സംഭവിക്കുന്നത്. ഓക്സിജൻ ആദ്യം O2 ആയി മാറും, O2 കാർബൺ മോണോക്സൈഡായി മാറും, കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡായി മാറും. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു ഹാഫ് O2 ഒക്കെ ഇട്ടുകൊടുത്താൽ മതി, പ്രശ്നം തീർന്നല്ലോ. ഒരു ഓക്സിജൻ ഉണ്ടായിരുന്നു, ഹാഫ് O2 ആയി, ഹാഫ് O2 എന്നുള്ളത് CO ആയി, CO എന്നുള്ളത് CO2 ആയി. ഡീലല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടിയ CO2ൻ്റെ മാസ് അളന്ന് നോക്കുക. X ഗ്രാം എന്ന് കിട്ടി. ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ മാസ് X ഗ്രാം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഞാൻ അളക്കുകയാണ്. ഇതാ നോക്കിക്കോ. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എങ്ങനെയാണ്? ഉണ്ടായ കോമ്പൗണ്ടിൻ്റെ മാസ് X ഡിവൈഡഡ് ബൈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് W ഇൻറ്റു. നമ്മൾ ആരെയാണ് അളന്നെടുക്കാൻ പോകുന്നത്? ഓക്സിജനെയാണ് അളന്നെടുക്കാൻ പോകുന്നത്. ആ ഓക്സിജൻ്റെ മാസ് 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടോട്ടൽ മാസ് 44 ഇൻറ്റു 100. കഴിഞ്ഞു. കുറേ ആൾക്കാരെ മുഖം ചുളിഞ്ഞു. സാറേ 16 അല്ലല്ലോ 32 അല്ലേ വരിക, നിങ്ങൾക്ക് തെറ്റിയില്ലേ എന്ന് കുറേ ആൾക്കാരുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഇവിടെ 16 വരിക. കാരണം എന്താ അറിയോ? എടാ മോനെ, നീ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിലെ 16 പകരം 32 എടുത്താൽ, ഞാൻ കഥ പറഞ്ഞുതരാം. 32 എടുത്താൽ
നിനക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിലെ ടോട്ടൽ എത്ര ഓക്സിജൻ ഉണ്ടോ അതിൻ്റെ മൊത്തത്തിലുള്ള പെർസെൻറ്റേജ് കിട്ടും. പക്ഷെ നീ ഒന്ന് സൂക്ഷിച്ച് നോക്കടാ, നമ്മുടെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തൊരു ഓക്സിജൻ ആദ്യം അത് ഹാഫ് O2 ആയിട്ട് മാറി. അപ്പോൾ ഈ ഓക്സിജൻ എവിടെ നിന്നുള്ളതാ? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള അതേ ഓക്സിജനാണ്. കാർബണുമായിട്ട് ചൂടാക്കിയപ്പോൾ അത് കാർബൺ മോണോക്സൈഡായി മാറി. അപ്പോഴും കുഴപ്പമില്ല, അവിടെയുള്ള ഓക്സിജൻ ആരുടെ ഓക്സിജനാ? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഓക്സിജനാണ്. പക്ഷേ ഈ കാർബൺ മോണോക്സൈഡ് I2O5 പ്രസൻസിൽ ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായി മാറുമ്പോൾ അതിലെ രണ്ടാമത്തെ ഓക്സിജൻ വരുന്നത് ഈ I2O5 നിന്നാണ്, അല്ലാതെ എവിടെ നിന്നല്ല. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഓക്സിജൻ അല്ലത്. എടാ, ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. പക്ഷെ ആ 2 ഓക്സിജനിൽ ഒന്ന് മാത്രമേ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ളതുള്ളൂ. അതുകൊണ്ടാണ് അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് നിന്നിരുന്നത്. പിന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയത് എപ്പോഴാണ്? I2O5 പ്രസൻസിൽ ചൂടാക്കിയപ്പോഴാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ഓക്സിജൻ എവിടെ നിന്ന് വന്നു? I2O5 എന്നാണ് വന്നേ. അപ്പോൾ നിനക്ക് ആ ഓക്സിജനെ ഇതിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ 16 പകരം 32 എടുത്തു കഴിഞ്ഞാൽ ആ I2O5 എന്ന് വന്ന ഓക്സിജനും കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് നിനക്ക് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 16 തന്നെ എടുത്തത്. നമ്മളിവിടെ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന എലമെൻ്റ് ആരാണ്? ഓക്സിജൻ. ആ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. മറ്റേ ഓക്സിജൻ നമ്മളെ ഓക്സിജൻ അല്ല, അത് ഈ I2O5 ലോക്കൽ ഓക്സിജനാണ്, നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് കുഞ്ഞെ ഇവിടെ 16 എടുത്തത്. ഡിവൈഡഡ് ബൈ 44 × 100 പരിപാടി കഴിഞ്ഞു. ഇക്വേഷൻ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ കുഞ്ഞെ? അടുത്തത് ലാസ്റ്റ് ഹെഡിങ്, 6ാമൻ. ഇതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആരാ? എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. ഇതാണ് കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളത്. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. എടാ, നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ആസ് യു നോ, 2 മെത്തേഡിൻ്റെ പേര് പറഞ്ഞേടാ. 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേരാണ് ഡ്യൂമാസ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരാണ് ജെൽഡാൾ മെത്തേഡ്. ജെൽഡാൾ എന്നതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ജെൽഡാൾസ് മെത്തേഡ് എങ്ങനെയാണെന്നാണ് ഓർമ്മ. ജെൽഡാൾസ് മെത്തേഡ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഇവിടെ എഴുതി വെച്ചോ. ഡ്യൂമാസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എഴുതി വെച്ചോട്ടോ, എസ്റ്റിമേറ്റഡ് ആസ് N2. ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജനെ നമ്മൾ കംപ്ലീറ്റ്ലി N2 ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. പക്ഷേ ജെൽഡാൾസ് മെത്തേഡിൽ എസ്റ്റിമേറ്റഡ് ആസ് അമോണിയ ആക്കിയിട്ടാണ് നമ്മൾ മാറ്റുക. എന്നിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കെടുക്കുക. ഇതിൽ ഡ്യൂമാസ് മെത്തേഡും ഉണ്ട്, ജെൽഡാൾസ് മെത്തേഡും ഉണ്ട്. ജെൽഡാൾസ് മെത്തേഡാണ് മോർ പോപ്പുലർ, കുറച്ചുകൂടെ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ജെൽഡാൾസ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എഴുതിക്കോ മോനെ, ഡ്യൂമാസ് മെത്തേഡ്. ഫസ്റ്റ് വൺ ഡ്യൂമാസ് മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഡ്യൂമാസ് മെത്തേഡ്? ശ്രദ്ധിച്ച് കേട്ടോട്ടോ മോനെ. എടാ, എൻ്റെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിലെല്ലാത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് അളന്ന് വെച്ചിട്ടുണ്ട്, W ഗ്രാമാണ്. ആദ്യം ഞാൻ കോപ്പർ ഓക്സൈഡ് ഇട്ട് ചൂടാക്കുക. കോപ്പർ ഓക്സൈഡ് ഇട്ട് ചൂടാക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞാനിവിടെ എഴുതുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, സ്വാഭാവികം. കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്ന് ഞാൻ കുറേ നേരമായി പറയുന്നു. വാട്ടർ ഉണ്ടാകും, നൈട്രജൻ ഉണ്ടാകും, N2 ഉണ്ടാകും, പിന്നെ കുറച്ച് അളവിൽ NOയും ഉണ്ടാകും, NOx. അതായത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഉണ്ടാകും. അത് വളരെ ട്രേസസ് എമൗണ്ട്സ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ കുറഞ്ഞ അളവിലുണ്ടാകും. ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാകും. നമുക്കിതിൽ ആരെ മാത്രം കിട്ടണം? നൈട്രജനെ മാത്രമായിട്ട് കിട്ടണം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പുകൾ. അടുത്തത് പാസിങ് ഓവർ എ ഹീറ്റഡ് കോപ്പർ ഗോസ്. ഹീറ്റഡ് കോപ്പർ ഗോസ്. എടാ, കോപ്പറിൻ്റെ ഒരു വയറിലൂടെ, ഒരു പ്രതലത്തിലൂടെ ഇതിനെ പാസ് ചെയ്യുക. പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയടാ? ഈ NO ഉണ്ടല്ലോടാ, NOx ടൈംസ്, അതായത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. ആ ഓക്സൈഡുകളെല്ലാം N2 ആയി മാറിയിട്ടുണ്ടാകും. ഇതാണ് ആ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആര് മാത്രമായി? ഇതാ, കാർബൺ ഡൈ ഓക്സൈഡായി, H2O ആയി, N2 മാത്രമായി. നൈട്രജൻ്റെ ട്രേസസ് എമൗണ്ട്സ് ഓഫ് ഓക്സൈഡ്സ് എല്ലാം നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മിക്സറിനെ ഞാൻ ഇനി എന്തിലേക്ക് മാറ്റുക അറിയോ? പാസിങ് ഇൻ ടു ഷിഫ്റ്റ്സ് നൈട്രോമീറ്റർ. കേട്ടോണേ, ഷിഫ്റ്റ്സ് നൈട്രോമീറ്റർ. ഈ ഷിഫ്റ്റ്സിൻ്റെ നൈട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിൽ ആരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? കണ്ടെയ്നിങ് ആരാ അറിയോ? KOH പെല്ലറ്റ്സ് ഉണ്ടാവും.
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ് പെല്ലറ്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഷിഫ്റ്റ് നൈട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിൽ അവസാനത്തിൽ ഇവിടെ ആരുണ്ട് പറ, KOH ഉണ്ട്. ആ KOH കംപ്ലീറ്റ് ആയിട്ട് ആരെ അബ്സോർബ് ചെയ്തോളും? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തോളും. അപ്പോൾ KOHൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം, അത് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. ഇതിലെത്തിക്കഴിഞ്ഞാൽ, ഈ ഷിഫ്റ്റ് നൈട്രോമീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ, ഇതൊരു ക്ലോസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അപ്പോൾ അത് കംപ്ലീറ്റ്ലി KOH പെല്ലറ്റ്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഉണ്ടാകുന്ന വാട്ടർ ഇല്ലേടാ, വാട്ടർ ഇവിടെ ഇങ്ങനെ കണ്ടൻസ് ആയിട്ട് കിടപ്പുണ്ടാവും. H2O കണ്ടൻസ്ഡ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ടാവും. കണ്ടൻസ്ഡ് വെള്ളം അവിടെ കണ്ടൻസ് ആയിട്ട് വെള്ളമായിട്ട് കിടപ്പുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഇതിലൊരു ഗ്യാസ് ആയിട്ടുള്ള ആളാരാ? നൈട്രജൻ മാത്രമാണ്. അപ്പോൾ ആ നൈട്രജൻ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അളന്നെടുക്കാൻ പറ്റും. ഈ ഒരു ഗ്യാസ് മാത്രമാണ് നൈട്രജൻ. ആ ഗ്യാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നൈട്രജൻ മാത്രമാണ്. അവിടെയുള്ള ആ നൈട്രജൻ്റെ വോളിയത്തെ V1 ml എന്ന് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യാണ്. V1 ml ഇതാണ് മെത്തേഡ്. അപ്പോൾ നൈട്രജൻ്റെ വോളിയം എനിക്ക് V1 ml ആയിട്ട് കിട്ടി. അപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻസിനെ മാത്രമായിട്ട് ഞാൻ അളന്നെടുത്തു. നൈട്രജനെ കംപ്ലീറ്റ്ലി N2 ആക്കിയിട്ട് മാറ്റി. ആ N2ൻ്റെ വോളിയമാണ് V1 ml. VML അല്ല, V1 ml. നോട്ട് ചെയ്യണേ. ഇനി ശരിക്കും ശ്രദ്ധിച്ചോട്ടെ കുഞ്ഞെ, ഞാൻ ഇതിൻ്റെ ഇക്വേഷൻ പഠിപ്പിക്കുകയാണ്. നല്ലോണം നോക്കിക്കോ, കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു, പഠിച്ചോളണം മോനെ, V ഡിവൈഡഡ് ബൈ 8W. കഴിഞ്ഞു. വെയിറ്റ് എഴുതരുത്. V ഡിവൈഡ് ബൈ 8W. എടാ ഇവിടെ കിട്ടിയ നൈട്രജൻ്റെ വോളിയം എത്ര? V1. ഈ ഇക്വേഷനിൽ ഞാൻ എഴുതിയത് എന്താ? V എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ വോളിയവും ഈ വോളിയവും ഒന്നല്ല. അവിടെ കിട്ടിയ വോളിയം അല്ല ഇത്. അപ്പോൾ അവിടെ കിട്ടിയ വോളിയത്തെ ഈ വോളിയമാക്കി മാറ്റണം. അതിനടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ വോളിയം എന്താണെന്ന് അറിയണം. ഇതാരാണെന്ന് അറിയോടാ? വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ആണ്, ഇൻ മില്ലി ലിറ്റർ ആണ്. വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ആണ്, ഇൻ മില്ലി ലിറ്റർ ആണ്. വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ഇൻ മില്ലി ലിറ്റർ ഡിവൈഡ് ബൈ 8W. അപ്പോൾ അത് നിങ്ങൾ ഓർത്താൽ മതി. എൻ്റെ ഇക്വേഷനിൽ ഇത്രയേ ഉള്ളൂ, V ഡിവൈഡ് ബൈ 8W. എങ്ങനെയാണ് സാറേ? അല്ല സാറേ, ഇതിന് മുമ്പത്തൊക്കെ ഇക്വേഷനിൽ ഒരു *100 ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എടാ, നൈട്രജൻ്റെ എസ്റ്റിമേഷനിൽ അതെല്ലാം കഴിഞ്ഞ് *100 എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്ത് വെറുതെ ചെറുതാക്കി ഉണ്ടാക്കിയ വാല്യൂ ആണിത്. അപ്പോൾ വാല്യൂ വളരെ സിമ്പിൾ ഇക്വേഷനാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. V ഡിവൈഡ് ബൈ 8W. പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞേ, അല്ല സാറേ, അപ്പോൾ ആ 100 എവിടെ പോയി? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പഠിക്കൽ നിർബന്ധമില്ല. എങ്ങനെയാണത് V ഡിവൈഡ് ബൈ 8W ആയി മാറിയത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കലക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രധാനമായി നോട്ട് ചെയ്യേണ്ടത് V ഡിവൈഡ് ബൈ 8W എന്നുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല. അതല്ല നിങ്ങൾ നോക്കേണ്ടത്, ഈ വിയും ആ വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. അതായത് നമുക്കെപ്പോഴും അളന്നാൽ കിട്ടുക, നമ്മൾ ഈ റൂം ടെമ്പറേച്ചറിൽ ചെയ്താൽ കിട്ടുന്ന അളവ് V1 ml ആണ്. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനെന്തിലേക്ക് മാറ്റണം? STPയിലേക്ക് മാറ്റണം. STPയിലേക്ക് മാറ്റൽ എങ്ങനെ എന്നാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഞാനിവിടെ നിങ്ങൾ എൻ്റെ കൂടെ എഴുതി വെച്ചോ, കാൽക്കുലേഷൻ. എങ്ങനെയാടാ? കാൽക്കുലേഷൻ ഓഫ് V എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്താണ് V? ഇതായി കാണുന്നത് വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ഇൻ മില്ലി ലിറ്ററിലെ V എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ്. എന്താടാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഓർമ്മയില്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT എന്നാണ്. ഒരു ഗ്യാസിൻ്റെ സാമ്പിളിൽ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണല്ലോ. അത് രണ്ടും ഒരു സൈഡിൽ നിർത്തിയിട്ട് T ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് കിട്ടി? PV/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. PV/T ഈസ് എ കോൺസ്റ്റൻറ്റ്. മതി. നമുക്കിനി ഈ വിയെ നമുക്ക് ആ വിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. PV/T ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് STPയിലുള്ള PV/T ആണെങ്കിലും അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള റൂം ടെമ്പറേച്ചർ ഓർ റൂം കണ്ടീഷൻസിലുള്ള PV/T ആണെങ്കിലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അവിടെ നിന്ന് നമുക്ക് STPയിലുള്ള V കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടേ, അതിലേക്ക് എത്തുമ്പോൾ ഞാൻ സഹായിക്കാം. എടാ, PV/T അറ്റ് STP. PV/T വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV/T എ കോൺസ്റ്റൻറ്റ്.
അത് 100 ഡിഗ്രിയിലാണെങ്കിലും പി വി ബൈ ടി കോൺസ്റ്റൻ്റ് ആണ്, എസ് ടി പിയിലാണെങ്കിലും പി വി ബൈ ടി കോൺസ്റ്റൻ്റ് ആണ്, റൂം ടെമ്പറേച്ചറിലാണെങ്കിലും 50 ഡിഗ്രിയിലാണെങ്കിൽ പി വി ബൈ ടി ഓഫ് ഐഡിയൽ ഗ്യാസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ചെയ്താൽ എസ് ടി പിയിൽ കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെയാണ് റൂം ടെമ്പറേച്ചറിൽ ചെയ്താലും കിട്ടുക. അപ്പോൾ എസ് ടി പിയിലെ പ്രഷർ നമുക്കറിയാം, എസ് ടി പിയിലെ ടെമ്പറേച്ചർ നമുക്കറിയാം, എസ് ടി പിയിലെ വോളിയം നമുക്കറിയില്ല, അതാണ് നമുക്ക് കാണേണ്ടത്. റൂം കണ്ടീഷൻസിലെ പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, റൂം കണ്ടീഷനിലെ ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, റൂം കണ്ടീഷനിലെ വോളിയം നമുക്ക് ഷിഫ്റ്റ് നൈട്രോമീറ്ററിൽ അളന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വി ആയിട്ട് നമ്മൾ എന്താ എടുക്കുക, V1 എടുക്കും. ഇവിടുത്തെ പി ആയിട്ട് എന്താ എടുക്കുക, ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂ എടുക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ ആയിട്ട് എന്താ എടുക്കുക, ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂ എടുക്കും. ഇവിടുത്തെ പ്രഷർ എത്ര എടുക്കുക, അറ്റ്മോസ്ഫിയർ എസ് ടി പിയിലെ പ്രഷർ. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര എടുക്കുക, എസ് ടി പിയിലെ ടെമ്പറേച്ചർ. അപ്പോൾ ഇനി കിട്ടാത്തതായിട്ട് ആര് മാത്രമേ ഉള്ളൂ, എസ് ടി പിയിലെ വോളിയം. ഇവിടെ നിന്ന് ആ എസ് ടി പിയിലെ വോളിയം അളന്നെടുക്കുക, നേരെ കൊണ്ട് ഇവിടെ പണ്ടാരെടുക്കുക, പരിപാടി തീരും. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഷർ മിക്കവാറും മില്ലിമീറ്റർ ഓഫ് എച്ച് ജിയിലാണ് തരിക. അപ്പോൾ എസ് ടി പിയിലെ പ്രഷർ എത്രയാണെന്ന് ഞാനിവിടെ എഴുതി തരാം. എസ് ടി പിയിലെ പ്രഷറിൻ്റെ വാല്യൂ 760 mmHg ആയിട്ടാണ് എടുക്കേണ്ടത്. എ ടി എമ്മിലാണെങ്കിൽ 1 ATM ആണെന്ന് നിങ്ങൾക്കറിയാം, ബാറിലാണെങ്കിൽ 1 ബാർ ആണെന്ന് നിങ്ങൾക്കറിയാം, പാസ്കലാണെങ്കിൽ 1 × 10⁵ പാസ്കലാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പോലെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് mmHgയിലായിരിക്കും. അപ്പോൾ ആ mmHgയിലാണെങ്കിൽ നോക്കിക്കോ, പ്രഷറിൻ്റെ വാല്യൂ 760 mmHg ആയിട്ടാണ് എസ് ടി പിയിലെ വാല്യൂ എടുക്കേണ്ടത് 1 ATM. ടെമ്പറേച്ചർ പിന്നെ ആസ് യൂഷ്വൽ 273 Kelvin. ഈ വാല്യൂ നോട്ട് ചെയ്ത് വെച്ചോ, ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ നിന്ന് നമുക്ക് ഈ വി മാത്രം കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരും. അപ്പം ഞാനിതിനെ കാണിച്ചു തരും. ഇനി 2 കാര്യങ്ങൾ എനിക്കിവിടെ എക്സ്ട്രാ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോട്ട് ഇഫ് അക്വസ് ടെൻഷൻ ഈസ് ഗിവൺ. അക്വസ് ടെൻഷൻ തന്നാൽ അതെന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അക്വസ് ടെൻഷൻ ഈസ് ഗിവൺ. അക്വസ് ടെൻഷൻ തന്നാൽ, അതായത് നമ്മളിപ്പോൾ ഈ നൈട്രോമീറ്റർ എടുത്തല്ലടാ, ഈ നൈട്രോമീറ്ററിൽ ഉള്ള നൈട്രജൻ്റെ പ്രഷർ നമ്മൾ അളന്നെടുത്തു. എപ്പോൾ നമ്മൾ പ്രഷർ അളന്നെടുത്താലും അതൊരു മോയിസ്റ്റ് നൈട്രജൻ ആയിരിക്കും. അതായത് സം വാട്ട് എമൗണ്ട് ഓഫ് മോയ്സ്ചർ അഥവാ വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള നൈട്രജൻ്റെ പ്രഷർ അളന്നെടുക്കുമ്പോൾ അതിൽ നമ്മൾ പോലും അറിയാതെ ആരുടെ പ്രഷറും കൂടി നമ്മൾ അളന്നെടുക്കുന്നുണ്ട്, കുറച്ചളവിലുള്ള വാട്ടറിൻ്റെ പ്രഷറും കൂടി അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് വളരെ ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ആ പ്രഷറിനെയാണ് നമ്മൾ അക്വസ് ടെൻഷൻ എന്ന് പേര് വിളിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ പ്രഷർ ഓഫ് മോയിസ്റ്റ് നൈട്രജൻ 715 mmHg ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റിൽ തന്നിട്ടുണ്ടാവും അക്വസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു 15 mmHg. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ 715ൽ 15 mmHg വെള്ളത്തിൻ്റെയാണ്. ബാക്കി ഡ്രൈ നൈട്രജൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ആ 715 നിന്ന് ഈ 15 കുറച്ചത് മാത്രമായിരിക്കും. പ്രഷർ ഓഫ് ഡ്രൈ നൈട്രജൻ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് മോയിസ്റ്റ് നൈട്രജൻ മൈനസ് അക്വസ് ടെൻഷനാണ് എന്നതാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഇങ്ങനെ കിട്ടുന്ന ഡ്രൈ നൈട്രജൻ്റെ പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറാണ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രഷർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ 715 എന്നാണ് തരുമ്പോഴേക്ക് ചാടി കയറിയിട്ട് 715 അവിടെ കൊടുക്കരുത്. അത് ആരുടേതായിക്കൊള്ളണമെന്നില്ല, നൈട്രജൻ്റെ മാത്രമായിക്കൊള്ളണമെന്നില്ല. സം എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ദ. ആ വെള്ളത്തിൻ്റെ പ്രഷർ അതിൽ നിന്ന് മൈനസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ അതിൽ അക്വസ് ടെൻഷൻ ഈസ് ഗിവൺ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്രയാണ് വരുന്നത് അതാണ് ഇവിടെ മൈനസ് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്താൽ കിട്ടുന്ന വി ആയിരിക്കും മോർ ആക്യുറേറ്റ് വാല്യൂ. അല്ലാതെ കൊടുത്താൽ കിട്ടുന്ന വിയും ആൻസറിലുണ്ടാകും. കറുപ്പിച്ചു പോകും ജീവിതം. അത്രയേ ഉള്ളൂ. കിട്ടില്ല മോനെ? ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാറേ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് V/8W ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ വന്നു? കാണിച്ചു തരാം. എടാ, നമ്മുടെ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ആ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിൽ എടാ ശരിക്കും വെറുതെ വിചാരിക്ക്, ഒരു X ഗ്രാം നൈട്രജൻ ഉണ്ട് എന്ന് വെറുതെ വിചാരിക്കും. X ഗ്രാം നൈട്രജൻ വെറുതെ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എത്രയായിരിക്കും? അയാളുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അതിൽ പ്രയാസമില്ലല്ലോ. അയാളുടെ മാസ് എത്ര? X ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്ര? W ഇൻറ്റു 100. നേരത്തെ പഠിപ്പിച്ച X അല്ല കേട്ടോ ഇത്. ഞാൻ വെറുതെ നിങ്ങൾക്ക്
ആ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു X ഗ്രാം നൈട്രജൻ ഉണ്ട് എന്നുള്ള ആക്ച്വൽ വാല്യൂ വെറുതെ പറഞ്ഞതാണ്, അല്ലാതെ എന്തോ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ അല്ല. ഈ നൈട്രജനെ വേറെന്തോ ആക്കി മാറ്റിയിട്ടുള്ള X അതല്ല, ഞാൻ വെറുതെ നൈട്രജൻ്റെ മാസ് X ആണ് എന്നാണ് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് ഉണ്ടാവുക? X/W × 100. ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ആ X കാണണം, ഇത്രയല്ലേ ഉള്ളൂ. എടാ മോനെ, STP കുറിച്ച് എന്താ അഭിപ്രായം? STPയിൽ 1 മോൾ നൈട്രജന് 22.4 ലിറ്റർ വോളിയം ഉണ്ടാവും. സംശയമില്ലല്ലോ. 22,400 ml നൈട്രജൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ 1 മോളാണ്, അഥവാ 28 ഗ്രാം ആണ് എന്നാണ് അർത്ഥം. 28 ഗ്രാം നൈട്രജൻ ഉണ്ടാവും. 22,400 ആണെങ്കിൽ 28 ഗ്രാം ഉണ്ടാവും. അപ്പോൾ VML ആണെങ്കിലോ 22,400 ml 28 ഗ്രാം ഉണ്ടാവും. VML നൈട്രജനിൽ X ഗ്രാം ഉണ്ടാകുമെന്ന് അസ്യൂം ചെയ്യും. ഇവിടുന്ന് X കാണണം. V എന്താ? V നമ്മൾ ഇവിടുന്ന് കണ്ടെത്തിയ V എവിടെ? ഇതിനെ നമ്മളതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് STPയിലുള്ള V ആക്കിയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് നൈട്രജൻ എത്ര ഗ്രാം ഉണ്ടാവും എന്നാണ് ചോദ്യം. X ഗ്രാം ഉണ്ടാവും, അസ്യൂം ചെയ്യും X ഗ്രാം ഉണ്ടാവും. ആ എക്സിനെ ക്രോസ് ചെയ്തിട്ട് കണ്ടെത്തടാ. 22,400 × X വിൽ ബി ഈക്വൽ ടു 28 × V. അവിടെ നിന്ന് എനിക്ക് X കിട്ടും. X എന്താ? 28 × V ഡിവൈഡഡ് ബൈ 22,400. ഇതാണ് X. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു X എത്ര? 28 × V ഡിവൈഡഡ് ബൈ W. ഇതാ 22,400. 22,400 ഇപ്പോൾ X ആയി. ഡിവൈഡഡ് ബൈ W. ഇവിടെ ഒരു W ഉണ്ട്. × 100. മോനെ 0 പോയി 0 പോയി 0 പോയി 0 പോയി. 28 224 8 തവണ കണ്ടിപ്പാ. സിമ്പിൾ. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു മുകളിൽ V മാത്രം, താഴെ 8W. ഇങ്ങനെയാണിത് വന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു എന്നുള്ളതിന് എൻ്റെ കയ്യിൽ എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചേക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡെറിവേഷൻ OMRൻ്റെ പുറകിൽ എഴുതാൻ വരില്ല. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിട്ട് V ഡിവൈഡ് ബൈ 8W എന്നതിന് പകരം 28V ഡിവൈഡഡ് ബൈ 22,400 × W × 100 എന്ന് തന്നാൽ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അതാണിത്. ഇതിനെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണടാ ഇത്. അപ്പോൾ ചിലപ്പോൾ ഇക്വേഷൻ തന്നെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിൽ ഇയാളെ കണ്ടാൽ മനസ്സിലാവണമല്ലോ. അതിനാണ് ഞാനിത് എഴുതി തന്നത്. കാൽക്കുലേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റനിലേക്ക് ഒന്നും പോകണ്ടതാ. V ഡിവൈഡ് ബൈ 8W പരിപാടി തീർന്നു. അപ്പോൾ V ഡിവൈഡ് ബൈ 8W എന്ന് ഓപ്ഷനിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ കൂടി അവിടെ എഴുതി തന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആവശ്യപ്രകാരം എഴുതിയെടുത്തേക്കുക. ഈ ഭാഗം മനസ്സിലാവൽ നിർബന്ധമില്ല, ഇത് എഴുതിയെടുക്കൽ നിർബന്ധമാണ്. ഇത്രയുമാണ് ഡ്യൂമാസ് മെത്തേഡിലുള്ളത്. അപ്പോൾ ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ N2 ആയിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചെടുത്തോളണം. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഓർഗാനിക് കോമ്പൗണ്ടിന് എന്തൊക്കെ ചെയ്തു? ആദ്യം കോപ്പർ ഓക്സൈഡ് മറ്റ് ചൂടാക്കി. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്റ്റൊക്കെ ഉണ്ടായി. അതിലുള്ള ട്രേസസ് എമൗണ്ട് ഓഫ് നൈട്രേറ്റ് ഓക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റഡ് കോപ്പർ ഗോസിലൂടെ പാസ് ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നൈട്രജനും മാത്രമായി. അതിനൊരു ഷിഫ്റ്റ് നൈട്രോമീറ്ററിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ അതിലെ ഷിഫ്റ്റ് നൈട്രോമീറ്ററിലുള്ള KOH കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തു. വാട്ടറൊക്കെ അവിടെ കണ്ടൻസ് ചെയ്തു. ബാക്കി നൈട്രജൻ മാത്രമായി. ആ നൈട്രജൻ്റെ അളവ് അളന്നെടുത്തപ്പോൾ V1 അതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് കൊടുക്കൂല. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ PV/T എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിലെ STPയിലുള്ള വോളിയം കണ്ടെത്തിയിട്ടാണ് V ഡിവൈഡ് ബൈ 8W എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഇഫ് അക്വസ്റ്റൻഷൻ ഇസ് ഗിവൺ, ഡ്രൈ നൈട്രജൻ്റെ വെയിറ്റ് അളക്കൽ നിർബന്ധമാണ്. മോയിസ്റ്റ് നൈട്രജൻ്റെ പ്രഷറിൽ നിന്ന് അക്വസ്റ്റൻഷൻ മൈനസ് ചെയ്തതാണ് ഡ്രൈ നൈട്രജൻ്റെ പ്രഷർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്, അത് വിട്ടേക്കുക. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലാസ്റ്റ് രണ്ടാമത്തെ മെത്തേഡാണ് ജെൽഡാൾസ് മെത്തേഡ്. സ്പെല്ലിങ് നോക്കിയിട്ട് എഴുതും, ജെൽഡാൾസ് മെത്തേഡ്. മക്കളെ, ഈ എസ്റ്റിമേഷൻ എന്ന പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ജെൽഡാൾസ് മെത്തേഡ്. പ്രീവിയസ് ഇയറുകളിൽ നിങ്ങൾ ജെൽഡാൾസ് മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചിലപ്പോൾ തല തിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ജെൽഡാൾസ് മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാനിതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. ഇതിൽ നിന്ന്
ജെൽഡാൾഡ്സ് മെത്തേഡിൽ NCERTയിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. പക്ഷെ ആ ഒറ്റ ഇക്വേഷനെ പ്രീവിയസ് ഇയറുകളിൽ പല രൂപത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് പല രൂപത്തിലേക്ക് മാറ്റിയിട്ട് കുട്ടിയുടെ ബുദ്ധി അളക്കാൻ പല മെത്തേഡിൽ ഇതിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ അളന്നു നോക്കിയപ്പോൾ, എടുത്തു നോക്കിയപ്പോൾ ജെൽഡാൾഡ്സ് മെത്തേഡിൽ 8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോസിബിളാണ്. 8 ടൈപ്പ്. അപ്പോൾ ആ 8 ടൈപ്പ് ഞാനാണ് പഠിപ്പിച്ചു തരും. 8 ഇക്വേഷനായിട്ടാണ് പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോനെ ഇത് ഭയങ്കര ഇടങ്ങാറായല്ലോ, 8 ഇക്വേഷൻ പഠിക്കണമല്ലോ. വേണ്ട, സിമ്പിളായിട്ട് ആ ഇക്വേഷൻസിനെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ജെൽഡാൾഡ്സ് മെത്തേഡിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എടാ, ജെൽഡാൾഡ്സ് മെത്തേഡിന് 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ശരിക്കും മനസ്സിലാക്കി വെക്കണേ. W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ടിനെ ജെൽഡാൾഡ്സ് മെത്തേഡിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെയാണ് അളക്കാൻ പോകുന്നത് കുഞ്ഞെ? നൈട്രജനെ ആണല്ലോ അളക്കാൻ പോണേ. ആ നൈട്രജനെ എന്താക്കി മാറ്റുക? ആ NH4 twice SO4 അഥവാ അമോണിയം സൾഫേറ്റ് ആക്കിയിട്ട് മാറ്റുക എന്നതാണ് ഫസ്റ്റ് പണി. അമോണിയം സൾഫേറ്റ് ആക്കാൻ നമ്മൾ H2SO4 ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ H2SO4 ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. ഈ അമോണിയം സൾഫേറ്റിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുക. അപ്പോൾ ഈ അമോണിയം സൾഫേറ്റ് NaOH ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അമോണിയ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ അമോണിയ കിട്ടി. ഞാൻ നേരത്തെ നിങ്ങളോട് പഠിപ്പിച്ചല്ലോ, ജെൽഡാൾഡ്സ് മെത്തേഡിൽ അമോണിയ ആയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ഈ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ നമ്പർ ഓഫ് മോൾ കാണാനുള്ള സിമ്പിൾ ഇക്വേഷൻ മൊളാരിറ്റി ഇൻറ്റു വോളിയമാണ്. അതവിടെ നിന്നോട്ടെ. അല്ലെങ്കിൽ നോർമാലിറ്റി ഇൻറ്റു വോളിയമാണ്. രണ്ടും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ നോർമാലിറ്റി ഇൻറ്റു വോളിയം മാത്രം എഴുതിയാൽ മതി, മൊളാരിറ്റി എഴുതണ്ട. കാരണം മൊളാരിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു n ഫാക്ടർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കൂടി വരും. അതുകൊണ്ട് നോർമാലിറ്റി ഇൻറ്റു വോളിയം എന്നുള്ളത് എഴുതി വെക്കും പ്ലീസ്. നോർമാലിറ്റി ഇൻറ്റു വോളിയം. അതിനെ മൊളാരിറ്റിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ഉണ്ടാകും? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു n ഫാക്ടർ കൂടി ഉണ്ടാവും. n ഫാക്ടർ. ഇങ്ങനെയാണ് നമ്മൾ അമോണിയയുടെ എന്നല്ല, ലോകത്തുള്ള എല്ലാവരുടെയും നമ്പർ ഓഫ് മോൾ കണ്ടെത്തുക. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾ ഉണ്ടായ അമോണിയ എത്ര ഉണ്ട് എന്ന് കണ്ടാലേ ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കാണാനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോണത്, സ്റ്റെപ്പ് 2. ഓക്കെ, സ്റ്റെപ്പ് 2 അപ്പോൾ എന്തിനുള്ളതാണ്? സ്റ്റെപ്പ് 2 എന്തിനുള്ളതാണ്? ടു ഫൈൻഡ് n നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ. അവിടെ ഉണ്ടായ അമോണിയയുടെ നമ്പർ ഓഫ് മോൾ കണ്ടെത്താനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനെന്താ ചെയ്യാന്നറിയോടാ? അമോണിയ ഒരു ബേസ് ആണല്ലോ, അതുകൊണ്ട് അതൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ആരാ? എക്സസ് ഓഫ് H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കും. എക്സസ് ഓഫ് H2SO4, ഇഷ്ടംപോലെ H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ അമോണിയ കുറവും H2SO4 കൂടുതലുമാണെങ്കിൽ ഈ അമോണിയക്ക് ഇക്വലൻ്റ് ആയ H2SO4 ഇതിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ട് ബാക്കി H2SO4 ബാക്കിയാവും. അപ്പോൾ ഇവിടെ എക്സസ് ഓഫ് H2SO4 ഉണ്ടായതുകൊണ്ട് അമോണിയം സൾഫേറ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അമോണിയം സൾഫേറ്റ് ഉണ്ടാകും. ആ അമോണിയം സൾഫേറ്റിനെ നമ്മളിനി നോക്കണില്ല, അതല്ല നമ്മുടെ ഇവിടുത്തെ ആവശ്യം. ഈ എക്സസ് ഓഫ് H2SO4ൽ കുറേ H2SO4 അവിടെ ബാക്കിയാവും. H2SO4 അവിടെ ലെഫ്റ്റ് ബാക്കിയാവും. ശരിയല്ലേ? എക്സസ് ഓഫ് H2SO4 യൂസ് ചെയ്ത്. അപ്പോൾ അമോണിയ ബേസ് ആണെന്ന് കരുതി വരുന്ന H2SO4 കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യില്ല. അതിൽ നിന്ന് ആവശ്യമുള്ള ആ അമോണിയയുടെ അളവിന് ഇക്വലൻ്റ് ആയ H2SO4 ന്യൂട്രലൈസ് ചെയ്യും. ബാക്കി H2SO4 അവിടെ ബാക്കിയാവും. ഈ ഉണ്ടായ H2SO4 ബാക്കിയായ H2SO4ൻ്റെ നമ്പർ ഓഫ് മോൾ എത്രയാണ്, ഇവിടെ ഉപയോഗിച്ച H2SO4ൻ്റെ നമ്പർ ഓഫ് മോൾ എത്രയാണെന്ന് കണ്ടാൽ ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇയാളുടെ നമ്പർ ഓഫ് മോൾ കണ്ടൂടെ? എടാ 10 മോൾ H2SO4 ഇവിടെ എടുത്തു, 8 മോൾ ബാക്കിയായി. എന്ത് മനസ്സിലായി? 2 മോൾ H2SO4 ആണ് ഇയാളുമായിട്ട് യൂസ് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആണ് അമോണിയ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസും ഫൈനൽ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ പോരേന്ന് മതി. എന്നാൽ ഈ ഫൈനൽ നമ്പർ ഓഫ് മോൾസ് നിനക്ക് ഡയറക്റ്റ് തരില്ല. അത് എത്ര ഉണ്ട് എന്ന് കണ്ടെത്താൻ കാൽക്കുലേറ്റഡ് ബൈ, നോക്കിക്കോട്ടോ, കാൽക്കുലേറ്റഡ് ബൈ ടൈട്രേഷൻ എഗൈൻസ്റ്റ് NaOH ഇങ്ങനെയാണ് കാണുക. അപ്പോൾ
കളി ഒന്നുകൂടെ മനസ്സിലാക്കി വെച്ചോ. അമോണിയയുടെ നമ്പർ ഓഫ് മോൾ ആണ് നമുക്ക് കാണേണ്ടത്. അമോണിയയുടെ നമ്പർ ഓഫ് മോൾ കാണാൻ H2SO4 എക്സസ് അങ്ങോട്ട് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്ത് H2SO4 എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബാക്കി ആ H2SO4 എത്ര ഉണ്ടെന്ന് കണ്ടാൽ മതി. അത് ഡയറക്റ്റ് കാണാൻ കഴിയില്ല. അത് കാണാൻ NaOHുമായിട്ട് ടൈട്രേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് ആവുന്നത്, അത്രയും H2SO4 ആണ് ഇവിടെ ബാക്കിയായത്. അത്രയും H2SO4 ആണ് ഇവിടെ ബാക്കിയായത് എന്ന് കിട്ടിയാൽ എത്രയാണ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്ത് H2SO4 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെത്തേഡ്. ഇതാണ് മനസ്സിലാക്കുക. അമോണിയയെ H2SO4 എക്സസുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സം എമൗണ്ട് ഓഫ് H2SO4 അവിടെ ബാക്കി ഉണ്ടാകും. ആ സം എമൗണ്ട് ഓഫ് H2SO4 എത്ര ഉണ്ട് എന്ന് കാണാൻ, ബാക്കിയുണ്ടായ H2SO4 എത്ര ഉണ്ട് എന്ന് കാണാൻ NaOHുമായിട്ട് ടൈട്രേറ്റ് ചെയ്യലാണ് ലാസ്റ്റ് മെത്തേഡ്. ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇക്വേഷൻസിൻ്റെ വരവാണ്. NCERT ഒരു ഒറ്റ ഇക്വേഷനെ പഠിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ അതിനെ ഞാൻ 8 രൂപത്തിലേക്ക് മാറ്റുകയാണ്. എങ്ങനെയാണ് ആ 8 രൂപം എന്നുള്ളത് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടെ. ഒന്നാമത്തെ രൂപം, ഈ അമോണിയ ഉണ്ടല്ലോ, ആ അമോണിയയുടെ നമ്പർ ഓഫ് മോൾ ആണല്ലോ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ആ അമോണിയയുടെ നമ്പർ ഓഫ് മോൾ എത്രയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് തരിക. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കേൾക്കണേ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അമോണിയയുടെ നമ്പർ ഓഫ് മോൾ എത്രയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് തരാതെ അമോണിയ ന്യൂട്രലൈസ് ചെയ്യാൻ, ഇവിടെ ഇപ്പോൾ അമോണിയ എക്സസ് ഓഫ് H2SO4 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് H2SO4 ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ന്യൂട്രലൈസ് ചെയ്യുന്ന H2SO4ൻ്റെ അളവ് എത്രയാണ് എന്ന് തരാം. മൂന്നാമത്തത്, എക്സസ് ഓഫ് H2SO4 യൂസ് ചെയ്യുമ്പോൾ സം എമൗണ്ട് ഓഫ് H2SO4 അവിടെ യൂസ് ചെയ്ത് ബാക്കി H2SO4 ബാക്കിയാകും. ആ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. നാലാമത്തത്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ H2SO4ൻ്റെ അളവ് തരാതെ ഇനീഷ്യൽ H2SO4ൻ്റെ അളവും തരാം, ഫൈനൽ H2SO4 എത്ര NaOHുമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ള അളവ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ വരാം. 4 രൂപത്തിലെ. ഒന്ന്, അമോണിയയുടേത് ഡയറക്റ്റ് തരാം. 2, അമോണിയ എത്ര H2SO4ഉമായിട്ടാണ് ന്യൂട്രലൈസ്ഡ് ആകുന്നത് എന്നുള്ള H2SO4നെ ന്യൂട്രലൈസേഷന് വേണ്ടി യൂസ് ചെയ്ത് H2SO4ൻ്റെ അളവ് തരാം. മൂന്നാമത്തത്, H2SO4നെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വോളിയം തരാം. നാലാമത്തത്, H2SO4നെ ഇനീഷ്യൽ വോളിയവും ബാക്കിയായ H2SO4നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത NaOHൻ്റെ വോളിയവും തന്നിട്ടും ക്വസ്റ്റ്യൻ വരാം. 4 രൂപമായി. ഇവിടെയെല്ലാം ഈ 4 രൂപത്തിലും മൊളാരിറ്റിയാണ് വരുന്നതെങ്കിൽ ഒരു ഇക്വേഷനും നോർമാലിറ്റി ആണെങ്കിൽ മറ്റൊരു ഇക്വേഷനുമാണ്. അപ്പോൾ 4 × 2 8 ഇക്വേഷനായി. അപ്പോൾ നിങ്ങൾക്ക് ആകെ മൊത്തം പടച്ചോനെ ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു തോന്നലാണെങ്കിൽ ഞാൻ സിമ്പിളാക്കിയിട്ട് അതിനെ നിങ്ങൾക്ക് ഇക്വേഷൻസ് എന്ന് ഹെഡിങ് എഴുതും, പഠിപ്പിച്ചു തരാം. ഇക്വേഷൻസ് നമ്പർ 1, ഈഫ് വോളിയം ഓഫ് അമോണിയ ഈസ് ഗിവൺ. അമോണിയയുടെ വോളിയമാണ് തന്നതെങ്കിൽ, വോളിയം ഓഫ് അമോണിയ ഈസ് ഗിവൺ. പഠിച്ചു വെക്കണേ മോനെ. വോളിയം ഓഫ് അമോണിയ ഈസ് ഗിവൺ. അമോണിയയുടെ വോളിയമാണ് തന്നതെന്ന് വിചാരിക്കുക. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4. ഇത് ബാക്കി എല്ലാ കാൽക്കുലേഷൻസും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ്. ഡെറിവേഷൻ ഒന്നും വേണ്ട, വാല്യൂ കാണാതെ പഠിച്ചു വെച്ചോ. 1.4 V ഇൻറ്റു നോർമാലിറ്റി ഡിവൈഡഡ് ബൈ W. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 1.4 V ഇൻറ്റു നോർമാലിറ്റി ഡിവൈഡഡ് ബൈ W. 1.4 V ഇൻറ്റു നോർമാലിറ്റി ഡിവൈഡഡ് ബൈ W. എന്താണ് V? V എന്ന് പറഞ്ഞാൽ ഇതാ വോളിയം ഓഫ് NH3 ആണ്. എന്തിലായിരിക്കും? ഇൻ മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്ററിലാണ് തരിക. വോളിയം ഓഫ് NH3 ഇൻ മില്ലി ലിറ്റർ. ഓക്കെ. ഇൻറ്റു N എന്താ? നോർമാലിറ്റി. നോർമാലിറ്റിയാണ് തന്നത് എങ്കിൽ ഡിവൈഡഡ് ബൈ W. W എന്താ? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്ന 8 ഇക്വേഷൻസിൻ്റെയും അടിസ്ഥാനപരമായ ഇക്വേഷൻ. ഇത് ഓർത്ത് വെച്ചു. ഇനി ഈ VN ഇങ്ങനെ മാറി 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 വരുന്ന 8 ടൈപ്പുകളാണ് കാണാൻ പോകുന്നത്. എടാ, നോർമാലിറ്റിക്ക് പകരം മൊളാരിറ്റി തന്നാൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു N ഫാക്ടർ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അമോണിയയെക്കുറിച്ചാണ്. അമോണിയയുടെ N ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അമോണിയയുടെ ബേസിസിറ്റി 1 ആണ്. അതുകൊണ്ട് ഇവിടെ N 1 ആയതുകൊണ്ട് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി, സോറി ഞാൻ എഴുതിയത് മാറിപ്പോയി. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഇങ്ങനെയാണ്, നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് സംശയമുണ്ട്, എഴുതിയപ്പോൾ എന്തോ ആയിപ്പോയി. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ.
നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ. ഇവിടെ എൻ ഫാക്ടറിൻ്റെ വാല്യൂ 1 തന്നെയാണ്. ആരായതുകൊണ്ട്? അമോണിയ ആയതുകൊണ്ട്. സോ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി തന്നാൽ ഇക്വേഷൻ ഇത് തന്നെയാണ്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 VM ഡിവൈഡഡ് ബൈ W. 2 ഇക്വേഷനായി. അപ്പോൾ ആരെക്കുറിച്ചാണ് തന്നത്? അമോണിയയെക്കുറിച്ചാണ് തന്നത്. ഇനി രണ്ടാമത്തെ കേസ് പഠിച്ചോട്ടാ. കേസ് നമ്പർ 2 ഏതാണ്? ഈഫ്, കേൾക്കണേ, ഈഫ് വോളിയം ഓഫ് H2SO4 used for neutralization is given. ഈ അമോണിയ എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ H2SO4 ട്രീറ്റ് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ടാണല്ലോ കണക്കെടുത്ത്. അപ്പോൾ എത്ര ഇക്വലൻ്റ് ഓഫ് H2SO4 ആണ് യൂസ് ചെയ്തത് എന്നുള്ള അളവ് ഡയറക്റ്റ് ആയിട്ട് തന്നാലുള്ള ഇക്വേഷൻ ഇതാ നോക്കിക്കോട്ടെ. അപ്പോൾ മക്കളെ H2SO4ൻ്റെ അളവാണ് തന്നതെന്ന് വിചാരിക്കുക. H2SO4ൻ്റെ അളവ് തന്നു. H2SO4ൻ്റെ വോളിയം തന്നാൽ എങ്ങനെയാണ് ഇക്വേഷൻ? എടാ, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 VN ഡിവൈഡഡ് ബൈ W. ഒരു പ്രശ്നമില്ല, അങ്ങനെ തന്നെ എടുത്താൽ മതി. നോർമാലിറ്റി ആകുമ്പോൾ എത്ര നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് H2SO4 യൂസ് ചെയ്യുന്നോ അത്രയും അമോണിയ തന്നെ യൂസ് ചെയ്യും. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇക്വിലിബ്രിയത്തിൽ അതിൻ്റെ ന്യൂട്രലൈസേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. വിട്ടേക്ക്. അപ്പോൾ എന്താണോ നേരത്തെ തന്ന ഇക്വേഷൻ സെയിം ആണ്. VN, ഇവിടുത്തെ വിയും എന്നും എന്താണ്? H2SO4ൻ്റെ വോളിയമാണ്, H2SO4ൻ്റെ നോർമാലിറ്റിയാണ്. എന്നാൽ ഇവിടുത്തെ നോർമാലിറ്റി തരാതെ പകരം മൊളാരിറ്റി തന്നാൽ നിങ്ങൾ അതിൻ്റെ എൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു VN ഇൻറ്റു 2 VM ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ W എന്നായി മാറും. അതെന്താ കാര്യം? ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ്? H2SO4നെ കുറിച്ചാണ്. അയാളുടെ എൻ ഫാക്ടർ 2. സോ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു 2 ആണ്. ആരെക്കുറിച്ച്? H2SO4നെ കുറിച്ചാണെങ്കിലുള്ള കഥ. അതുകൊണ്ടാണ് 1.4 ഇൻറ്റു VM ഇൻറ്റു 2 ഡിവൈഡ് ബൈ W ആയത്. അപ്പോൾ അമോണിയയുടെ നമ്പർ ഓഫ് മോൾ ഡയറക്റ്റ് തന്നു, അമോണിയയുടെ വോളിയം ഡയറക്റ്റ് തന്നാൽ തൊട്ടുമ്പത്തെ ഇക്വേഷൻ. ആ അമോണിയ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിച്ച H2SO4ൻ്റെ വോളിയമാണ് തന്നതെങ്കിൽ 2 ഇക്വേഷൻസ് കിട്ടി. അവിടെയും അടിസ്ഥാനപരമായി 1.4 ഇൻറ്റു VN ഡിവൈഡ് ബൈ W തന്നെയാണ്. പിന്നെ അതിനെ മൊളാരിറ്റിയെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റു 2 കൂടി എക്സ്ട്രാ വരും. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് ഇതിലെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈഫ് എന്താണെന്നറിയോ? ഈഫ് വോളിയം ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ H2SO4 ഈസ് ഗിവൺ. എടാ മെത്തേഡ് ഓർമ്മയില്ലേ? എടാ മെത്തേഡ് എന്താ പറഞ്ഞേ? മെത്തേഡ് H2SO4നെ ആദ്യം എക്സസ് ഓഫ് H2SO4 ആഡ് ചെയ്തിട്ട് ഫൈനലി ബാക്കിയാകുന്നത് എത്രയാണ് എന്നുള്ള അളവ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നതെങ്കിൽ, ഇനീഷ്യലി തന്ന അളവും ഫൈനലി കിട്ടിയ അളവും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നതെങ്കിൽ അതിൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ആണ് ഇപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചത്. ആ ഡിഫറൻസ് പച്ചയ്ക്ക് തന്നാലാണ് H2SO4 ന്യൂട്രലൈസേഷന് വേണ്ടി യൂസ് ചെയ്ത H2SO4ൻ്റെ വോളിയം എന്ന് പറഞ്ഞു തരിക. ഇത് ഡിഫറൻസ് പച്ചക്ക് തരാതെ ഈ വാല്യൂ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നാൽ എന്ത് ചെയ്യും? അതായത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വോളിയം തന്നാൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു, പഠിച്ചോട്ടാ, 1.4 ഇൻറ്റു നോർമാലിറ്റി ഇൻറ്റു V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ ഡിവൈഡഡ് ബൈ W. പരിപാടി കഴിഞ്ഞു. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താ? 1.4 ഇൻറ്റു N ഇൻറ്റു V എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ആ V എന്നത് എന്താണ്? V ഫൈനലും V ഇനീഷ്യലും തന്നാൽ V ഫൈനൽ മൈനസ് V ഇനീഷ്യലാണ്. തൊട്ടുമ്പത്തെ ഇക്വേഷൻ തന്നെയാണ് ഇയാളെന്ന്. V എന്നത് എന്താണ്? V ഫൈനൽ മൈനസ് V ഇനീഷ്യലാണ്. അപ്പോൾ അത് രണ്ടായിട്ടാണ് തരണേന്നുണ്ടെങ്കിൽ V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.4 ഇൻറ്റു N ഇൻറ്റു V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ കേട്ടോ. V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ. ആദ്യത്തിലുള്ള വോളിയം ആയിരിക്കുമല്ലോ കൂടുതൽ, രണ്ടാമത്തത് കുറവായിരിക്കും. സമയം കൊണ്ട് അതിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ആസ് യൂഷ്വൽ എന്നിനെ മാറ്റിയിട്ട് M ആക്കണമെങ്കിൽ ഒരു ഇൻറ്റു 2 കൊടുക്കണം. കാരണം സംസാരിക്കുന്നത് H2SO4നെ കുറിച്ചാണ്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു M ഇൻറ്റു V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ W. പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടത് നോർമാലിറ്റിയുടെ ഇക്വേഷൻ. നോർമാലിറ്റിയുടെ ഇക്വേഷൻ സിമ്പിളാണ്, കണക്ട് ചെയ്ത് വരാൻ പറ്റും. എന്നാൽ അത് മൊളാരിറ്റി ആണെങ്കിൽ ഒരു ഇൻറ്റു 2 കൂടി എക്സ്ട്രാ ചെയ്താൽ മതി. പരിപാടി കഴിഞ്ഞു. ഫൈനലി നിങ്ങൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നാലാമത്തെ ഒരു ടൈപ്പ്, ഈഫ് വോളിയം ഓഫ് ഇനീഷ്യൽ H2SO4
ആദ്യത്തിലുള്ള H2SO4ൻ്റെ വോളിയം തന്നു ആൻഡ് NaOH യൂസ്ഡ് ഫോർ ടൈട്രേഷൻ. അവസാനത്തിലുള്ള വോളിയം കാണാനെടുത്ത NaOHൻ്റെ ടൈട്രേഷന് വേണ്ടി എടുത്ത NaOHൻ്റെ വോളിയവും തന്നു. ഇങ്ങനെ രണ്ടായിട്ടാണ് തന്നതെങ്കിൽ H2SO4ൻ്റെ വോളിയം NaOHൻ്റെ വോളിയം രണ്ടായിട്ടാണ് തന്നതെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.49 നോർമാലിറ്റി ഡിവൈഡ് ബൈ W ഇൻറ്റു ഇവിടെ പഠിച്ചോട്ടാ V H2SO4ൻ്റെ വോളിയം മൈനസ് V NaOH ബൈ 2 ഇങ്ങനെ ഒരു ഇക്വേഷനാണ്. V H2SO4 മൈനസ് V NaOH ബൈ 2. അതെന്താ നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട. കാരണം എന്താ അറിയോ, H2SO4ഉം NaOHും തമ്മിലുള്ള ടൈട്രേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും H2SO4ൻ്റെ N ഫാക്ടർ 2ഉം NaOHൻ്റേത് 1ഉം ആകുമ്പോൾ എടുക്കുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഇവിടെ ബൈ 2 വന്നത്. നേരത്തെ V ഇനീഷ്യൽ മൈനസ് V ഫൈനലാണ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ ബൈ 2 എന്നുകൂടി ഉണ്ടാകും. അത് NaOHൻ്റെ വോളിയം ആണെങ്കിൽ ബൈ 2 എന്നുകൂടി ഉണ്ടാകും എന്നൊന്ന് ഓർത്ത് വെച്ചാൽ ഈ ഇക്വേഷനും അവസാനിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 മൊളാരിറ്റി ഡിവൈഡ് ബൈ W. മൊളാരിറ്റിയിലേക്ക് തന്നാൽ എന്താ, വോളിയം ഓഫ് H2SO4 മൈനസ് വോളിയം ഓഫ് NaOH ബൈ 2 എന്ന് പറയുന്ന ഈ മൊത്തം ഫാക്ടറിനെ ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്പിൾ കൂടി ചെയ്യണം. എക്സ്ട്രാ ഒരു ഇൻറ്റു 2 കൂടി വരും. എന്തുകൊണ്ടാണ്? നോർമാലിറ്റിയെ മൊളാരിറ്റിയിലേക്ക് മാറ്റിയത് കൊണ്ട്. ഇങ്ങനെ 8 വിധത്തിലാണ് ജെൽഡാൾസ് മെത്തേഡിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വരിക. പരിപാടി സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ആകെ കലങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തേക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ കേസിൽ അമോണിയയുടെ മാത്രം വോളിയം തന്നാൽ 1.4 NV/W. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് ആ അമോണിയ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിച്ച H2SO4ൻ്റെ വോളിയം തന്നാൽ 1.4 NV/W തന്നെയാണ്. മൂന്നാമത്തത് ആ H2SO4ൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വോളിയമാണ് തന്നതെങ്കിൽ 1.4 N ഇൻറ്റു V ഇനീഷ്യൽ മൈനസ് V ഫൈനൽ ഡിവൈഡഡ് ബൈ W. നാലാമത്തത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വോളിയം തരാതെ ഇനീഷ്യൽ വോളിയം ഓഫ് H2SO4ഉം ഫൈനലി കിട്ടുന്ന H2SO4ൻ്റെ വോളിയം കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ടൈട്രേഷൻ യൂസ് ചെയ്ത NaOHൻ്റെ വോളിയം തന്നാൽ അതാണ് ഇക്വേഷൻ. ഏത്? 1.4 നോർമാലിറ്റി ഇൻറ്റു V മൈനസ് V ബൈ 2 ഡയറക്റ്റാണ് V NaOH ബൈ 2 ഓൾ ഡിവൈഡ് ബൈ W. ഇനി ഇതിനൊക്കെ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ നോർമാലിറ്റിക്ക് പകരം മൊളാരിറ്റി തന്നാൽ ഇത് ഇൻറ്റു 1 തന്നെ. കാരണം എന്താ, സെയിം തന്നെ. അപ്പോൾ ഇവിടുത്തെ നോർമാലിറ്റിക്ക് പകരം മൊളാരിറ്റി വരും. ഇത് മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 2 വരും. ഇവിടെ ഇൻറ്റു 2 വരും, ഇവിടെ ഇൻറ്റു 2 വരും. ഇതാണ് ഇക്വേഷനിൽ വ്യത്യാസം. കാരണം ഈ മൂന്നെണ്ണം ഡിസ്കസ് ചെയ്യുന്നത് H2SO4നെ കുറിച്ചാണ്, ഇയാൾ NH3യെ കുറിച്ചാണ്. N ഫാക്ടറിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇത്രയും ഇക്വേഷൻസ് ആണ്, സിമ്പിളാണ്. നിങ്ങളൊന്നുകൂടെ ഒന്ന് ആ ജെൽഡാൾസ് മെത്തേഡിൻ്റെ തുടക്കം മുതൽ ഒന്നുകൂടെ കണ്ടാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ജെൽഡാൾസ് മെത്തേഡ് നോട്ട് യൂസ്ഡ് ഫോർ, ഇത് ഈ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലം 3 ഉണ്ട്. ഒന്ന് നൈട്രോ കോമ്പൗണ്ട്സ്. അപ്പോൾ ബെൻസീൻ നിങ്ങളൊരു NO2 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നൈട്രജൻ ഉണ്ടല്ലോ, ഈ നൈട്രജൻ്റെ അളവ് കണ്ടെത്താൻ ഈ മെത്തേഡ് പറ്റില്ല. അപ്പോൾ ജെൽഡാൾസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത 3 സ്ഥലങ്ങളുണ്ട്. നൈട്രജൻ്റെ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ജെൽഡാൾസ് മെത്തേഡ് എങ്കിലും എല്ലാ നൈട്രജൻ്റെ എസ്റ്റിമേഷനും പറ്റില്ല. പറ്റാത്ത 3 സ്ഥലം: 1 നൈട്രോ കോമ്പൗണ്ട്, 2 അസോ കോമ്പൗണ്ട്സ് ആരാന്നറിയില്ലടാ. N ഡബിൾ ബോണ്ട് N എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവനാണ് അസോ കോമ്പൗണ്ട്. ഇത് രണ്ടിൻ്റെ സൈഡിലും ബെൻസീനിങ് വന്നാൽ അസോ ബെൻസീൻ, പാരാഹൈഡ്രോക്സി അസോ ബെൻസീൻ, പാരാമിനോ അസോ ബെൻസീൻ എന്നൊക്കെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ കപ്ലിംഗ് റിയാക്ഷനിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്പർ 3, മൂന്നാമത്തത് നൈട്രജൻ ഇൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നൈട്രജൻ. ഫോർ എക്സാമ്പിൾ പിരിഡിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേടാ, പിരിഡിൻ നൈട്രജൻ ഇങ്ങനെയാണ് പിരിഡിൻ. അപ്പോൾ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നൈട്രജൻ വരുന്ന പിരിഡിൻ പോലെ. അതുപോലെ രണ്ടാമത്തെ ഒരാളാണ് ക്യുനോളിൻ. NCERT പറയുന്ന ആളാണ് ക്യുനോളിൻ എന്ന് പറയുന്നതും റിങ്ങിൽ നൈട്രജൻ വരുന്ന ആളാണ്. ഇവിടെയൊന്നും ജെൽഡാൾസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? H2SO4 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് NH4 twice SO4 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും എന്നല്ലേ ഞാൻ ആദ്യം പഠിപ്പിച്ചത്, മെത്തേഡിൻ്റെ ഫസ്റ്റിൽ പഠിപ്പിച്ചത്.
ഈ സ്റ്റെപ്പിലെ നൈട്രജൻ NH4 + SO4 ആയി മാറൂലേ? എന്നാൽ ഈ പറയുന്ന ആൾക്കാരിലൊന്നും ഈ സ്റ്റെപ്പിൽ തന്നെ റിയാക്ഷൻ നടക്കില്ല, ഇത് മാറൂല. അമോണിയം സൾഫേറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ജെൽഡാർട്സ് മെത്തേഡ് പ്രകാരം ഇവരുടെ എസ്റ്റിമേഷൻ പോസിബിൾ അല്ലാത്തത്. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെറ്റീരിയലിലുള്ള CM അക്കാഡമിയുടെ മെറ്റീരിയലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സസൈസ് 1 ആണോ എക്സസൈസ് 2 ആണോ എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ നമ്പറും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 1-ലെ 192ാമത്തെ ക്വസ്റ്റ്യൻ. എക്സസൈസ് 1-ലെ 192ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഷിഫ്റ്റ് നൈട്രോമീറ്റർ യൂസ്ഡ് ഇൻ ഡ്യൂമാസ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ കണ്ടെയ്ൻ. ഷിഫ്റ്റ് നൈട്രോമീറ്ററിൻ്റെ അവസാനത്തിൽ എന്തുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ച KOH ഉണ്ട്. KOH കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും എന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. സോ ആൻസർ KOH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കാരിയസ് മെത്തേഡ് 0.099 ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് ആണ് ഇത് W. 0.287 AgCl, ദാറ്റ് ഈസ് X. ദി പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? X/W ഇൻറ്റു 35.5 ഡിവൈഡഡ് ബൈ 143.5, 108.108ഉം 35.5 ഇൻറ്റു 100. ഇങ്ങനെയല്ല ഇക്വേഷൻ പഠിപ്പിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു X എത്ര? 0.287 ഡിവൈഡഡ് ബൈ W എത്ര? 0.099 ഇൻറ്റു 35.5 ഡിവൈഡഡ് ബൈ 143.5. 143.5ൻ്റെ ഡബിളാണ് 287. അപ്പോൾ 287 ഡബിള് 2 പോയിൻ്റ് ഇപ്പുറത്ത് 0.02. ഓക്കെ അല്ലേടാ? അപ്പോൾ 75 ഇതിപ്പോൾ 2/100 1 2 71/100 71ൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഓപ്ഷൻ ബി 71.5ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ചെയ്ത് നോക്കിയാൽ മതി. 164ാമത്തെ ക്വസ്റ്റ്യൻ. 0.5 ഗ്രാം ഓഫ് ഹൈഡ്രോകാർബണിൻ്റെ വെയിറ്റ് 0.5 ഗ്രാം ആണ്, ദാറ്റ് ഈസ് W. 0.9 ഗ്രാം വാട്ടർ തന്നു, ദാറ്റ് ഈസ് X. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് ചോദിച്ചത്. എടാ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ അല്ല ചോദിച്ചത്, പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ്. ഈ തന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനെ കണ്ടെത്താൻ പറ്റുക. കാരണം ആരാ? വാട്ടറിനെ കുറിച്ചാണ് സംസാരം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനുള്ള ഇക്വേഷൻ X/W. ഇങ്ങനെയല്ലേടാ നമ്മുടെ ഇക്വേഷൻ? X/W. 0.9 ഡിവൈഡ് ബൈ W എത്ര? 0.5 ഇൻറ്റു ഇക്വേഷൻ എന്താ? 2/18 ഇൻറ്റു 100. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടെത്തിയത് അല്ലേടാ? അപ്പോൾ പറ, ഇത് 4ആയി. 0.9/18 0.9 0.5 ഇൻറ്റു 2 4 ആയി. 0.9/18 എത്ര? 20 ആയി ഇൻറ്റു 100. അപ്പോൾ 20 100 കട്ടായി പോയാൽ ഇവിടെ 5 എന്ന് വരും. 5 × 4 20% ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ബാക്കി ഉണ്ടാവും 80%. ഓപ്ഷൻ ബി. മനസ്സിലായില്ലേ? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 20 എന്ന് കറക്റ്റ് കിട്ടുന്നു. ഇവിടെ ഹൈഡ്രോ കാർബൺ ആണെന്ന് എടുത്ത് പറയണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കിട്ടിയാൽ ബാക്കി കാർബൺ ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് തന്നിട്ട് കാർബണിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചു, 100ൽ നിന്ന് മൈനസ് ചെയ്തു. 195ാമത്തെ ക്വസ്റ്റ്യൻ. 0.24 ഗ്രാം ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.22 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കംപ്ലീറ്റ് കമ്പഷൻ ഇഫ് കമ്പഷൻ 1.6 ഹൈഡ്രജൻ ഇൻ ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ വിൽ ബി. സിമ്പിൾ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 1.66 ആണെന്ന് തന്നിട്ടുമുണ്ട്. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് വേണ്ടിയിട്ട് കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള പണി ഇവിടെ പറഞ്ഞു തന്നു. ദിസ് ഈസ് W ഗ്രാം, ദിസ് ഈസ് X ഗ്രാം. സോ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നല്ല? പെർസെൻറ്റേജ് ഓഫ് കാർബൺ X/W 0.22 ഡിവൈഡ് ബൈ 0.24 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു ഇങ്ങനെയല്ലേ പഠിപ്പിച്ച് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. സംഭവം സിമ്പിൾ. എടാ 0.22 0.24 എന്നുള്ളതിന് 22/24 എന്നാക്കി. പരാതി ഉണ്ടോ? 12/44 എന്നാക്കി ഇൻറ്റു 100. ഇവിടെ 2 22 ഇവിടെ 2 100/4 25. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ 25 എന്ന് കിട്ടി. അപ്പോൾ 25 1.66 കൂട്ടിയാൽ ടോട്ടൽ 100ൽ നിന്ന് മൈനസ് ചെയ്ത ഓക്സിജൻ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 73. ഓപ്ഷൻ ബി 25ഉം 73 എന്നും കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 196. 0.216 ഗ്രാം ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 28.8 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ തന്നെയാണ് ഓഫ് മോയിസ്റ്റ് നൈട്രജൻ. കണ്ടാൽ തന്നെ മനസ്സിലായി ഡ്യൂമാസ് മെത്തേഡാണ്. കാരണം നൈട്രജനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡ്യൂമാസ് മെത്തേഡാണ്, അല്ലെങ്കിൽ അമോണിയയെ കുറിച്ചാണ് സംസാരിക്കുക. ഇവിടെ നൈട്രജനെ കുറിച്ചാണ് സംസാരിച്ച്. മോയിസ്റ്റ് ആണെന്ന് ഉറപ്പിച്ചില്ലേ? മോയിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അക്വസ് ടെൻഷൻ തന്നിട്ടുണ്ടാകും. ഫൈനലി ലാസ്റ്റിലേക്ക് പോയി നോക്ക്, അക്വസ് ടെൻഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ?
മെഷർ അറ്റ് 288 കെൽവിൻ. ഓക്കെ, അവിടെ നോട്ടെ. എടാ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ V / AW. ഇവിടുത്തെ V നമുക്കറിയില്ല. V at STP ആണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. at STP. അപ്പോൾ V കാൽക്കുലേറ്റ് ചെയ്യണം. V at STP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? PV/T at STP will be equal to PV/T at room temperature, at room condition. ശരിയല്ലേടാ? ഇനി പറഞ്ഞോ, STPയിലുള്ള പ്രഷർ എത്ര? STPയിലുള്ള പ്രഷർ 760 mmHg ഇൻറ്റു V, അതാണ് നമ്മൾ കാണേണ്ടത്. STPയിലെ ടെമ്പറേച്ചർ 273. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, പറഞ്ഞോ, റൂം കണ്ടീഷനിലുള്ള പ്രഷർ എത്ര? റൂം കണ്ടീഷനിലുള്ള പ്രഷർ 732.7. കൊടുക്കരുത്, MA എന്നല്ല കേട്ടോ, MG എന്നാണ്, mmHg എന്നാണ്. mmHg പ്രഷർ. എടാ മോനെ 732.7 അത് കൊടുക്കരുത്, കാരണം അത് ആരാ? മോയിസ്റ്റ് നൈട്രജനാണ്. അപ്പോൾ ഡ്രൈ നൈട്രജൻ്റെ പ്രഷർ കാണാൻ ഈ 732.7 നിന്ന് അക്വസ് ടെൻഷനായ 12.7 മൈനസ് ചെയ്യുക എന്ന് ഞാൻ പഠിപ്പിച്ചു. സോ 720 എന്ന് വരും. അത് മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ കൊടുക്കാൻ. 720 ഇൻറ്റു ആ സമയത്തുള്ള വോളിയം. ആ സമയത്തുള്ള വോളിയമാണ് ഇവിടെ തന്നത് 28.8 ഡിവൈഡ് ബൈ ആ സമയത്തുള്ള ടെമ്പറേച്ചർ, അതാണ് ഇവിടെ തന്നത് 288. എത്ര ബ്യൂട്ടിഫുൾ ആയ വാല്യൂസ് ആണ്. ഇനി പരിപാടി നടക്കും. വോളിയം ഈസ് ഈക്വൽ ടു, പഠിച്ചോ, 720 ഇൻറ്റു 28.8 ഇൻറ്റു 273 ഡിവൈഡ് ബൈ 288 ഇൻറ്റു 760. അപ്പുറത്തേക്ക് ചാടി. ആ വോളിയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് കിട്ടും? 288. ഞാനൊന്ന് ചെയ്ത് നോക്കാം. 288ൻ്റെ 10 ഇരട്ടിയാണ് 28.8ൻ്റെ 10 ഇരട്ടിയാണ് 288. ഓക്കെ, 72ഉം 76ഉം കട്ടായി പോയി. 0 പോയി. 72-ൽ 18 4 ഉണ്ട്. 76-ൽ 19 ഉണ്ട്. 27.3. 27.3-ന് 18/19 ഏകദേശം ഒരു 25 പോയിൻറ്റ് സംതിങ് ഈ വോളിയത്തിൻ്റെ വാല്യൂ കിട്ടും. ഒരു 25.7 8 കിട്ടും. അടുത്ത് അതിനോട് അടുപ്പിച്ച വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുക. എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇവിടെ കൊടുത്തു നോക്കിയാൽ മതി. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 25.7 അല്ലെങ്കിൽ സംതിങ് ഡിവൈഡ് ബൈ 8 ഇൻറ്റു W എത്ര? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.216. 25/8 എത്രയാടാ? 8W കറക്റ്റാ. 25 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 അല്ലേ? 3-ൽ ആണ് 3/0.216 എന്ന് വരും. 3/2 1.5. 1.5-ൽ ഒരു 10 കൂട്ടിയെടുത്താൽ 15. ഓപ്ഷൻ എ. ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് വരും. ചെയ്ത് നോക്കിയാൽ മതി, 15 എന്ന് കറക്റ്റ് ആൻസർ വരും. അപ്പോൾ ഇവിടെ ഡ്യൂമാസ് മെത്തേഡാണ് ഞാൻ ചെയ്ത മെത്തേഡിനെ മനസ്സിലാക്കുക. അക്വസ്റ്റൻഷൻ തന്നിട്ടുണ്ട്, വോളിയം തന്നത് റൂം കണ്ടീഷൻസിലാണ്, അതിന് STPയിലേക്ക് മാറ്റിയിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഞാനിങ്ങനെ എല്ലാതും കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണില്ല, മെത്തേഡ് പറഞ്ഞുതരാം. 0.1 gram ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ ഫോസ്ഫറസ് ഗ്യാവ് 0.22 gram ഓഫ് Mg2 പിന്നെ ദ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് കാണാനുള്ള ഇക്വേഷൻ x/W ഇൻറ്റു 31 ഡിവൈഡ് ബൈ 31 അല്ല 62 ഡിവൈഡ് ബൈ 222 ഇൻറ്റു 100 Mg2P2O7 വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് എത്ര 0.1 അല്ല എക്സ് എത്ര 0.222 ഡിവൈഡർ ബൈ W ആണ് 0.1 ഇൻറ്റു 62 ഡിവൈഡർ ബൈ 222 ഇൻറ്റു 100 അല്ലേ? ഇനി പരിപാടി സിമ്പിളാണല്ലോടാ. ഇതാ 0.1 ഇൻറ്റു 22 ഇത് 22.2 ഇത് 22.2 എല്ലാവരും വെട്ടിമരിച്ചു, ബാക്കി 62 ബാക്കിയായി. ഓപ്ഷൻ എ. ചെയ്ത് നോക്കിയാൽ മതി. എക്സസൈസ് 1-ലെ തന്നെ 198ാമത്തെ ക്വസ്റ്റ്യൻ. 0.76 gram ഓഫ് an acid gives 0.535 gram of carbon dioxide, 0.12 gram of water. Then the ratio of percentage of carbon and hydrogen. Percentage of carbon ചെയ്ത് നോക്കുക. ഇതാണ് W, ഇത് X, ഇത് Y. പെർസെൻറ്റേജ് ഓഫ് കാർബൺ എങ്ങനെ കാണാം? X/W ഇൻറ്റു കാർബണിൻ്റെ മാസ് 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ X എത്ര 0.535 ഡിവൈഡ് ബൈ W എത്ര 0.765 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു 100. ചെയ്ത് നോക്ക്. 53.5-നെ 76.5 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3 അടുത്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു
6 22 അപ്പോൾ 20 തൊട്ടടുത്തൊരു വാല്യൂ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അപ്രോക്സിമേഷൻ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 0.12 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 0.765 ഇൻറ്റു 2/18 ഇൻറ്റു 100. ഓക്കെ, 12ഉം 18ഉം കട്ടാവും, 2ഉം 3ഉം 4 40/3 100 14 7 അപ്രോക്സിമേറ്റ്ലി 1.92ൻ്റെ അടുത്ത് വരും. ചെയ്ത് നോക്ക്. ഓപ്ഷൻ ഏതാ? 20:2. ഓപ്ഷൻ എ 19:2. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും എൻ്റെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. കാർബണിൻ്റെ പെർസെൻറ്റേജ് ആദ്യം കണ്ടു, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് പിന്നെ കണ്ടു, റേഷ്യോ കണ്ടു. ജെൽഡാർട്സ് മെത്തേഡ് വന്നു, വനമല വന്നു. കാൽക്കുലേഷൻ ഒന്നുമില്ല, തിയറിയാണ്. നൈട്രജൻ ദി ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു. നൈട്രജൻ എന്താക്കിയിട്ടാണ് മാറ്റുകയെന്ന്? ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻ അമോണിയ ആക്കിയിട്ടല്ലേ മാറ്റുക. ജെൽഡാർട്സ് മെത്തേഡ് ഡ്യൂറിങ് ഡൈജഷൻ. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡ്യൂറിങ് ഡൈജഷൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അതായത് ആദ്യത്തെ സമയത്ത് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താക്കിയിട്ടാണ് മാറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ബി അല്ലേടാ. കാരണം ആ നൈട്രജനെ നമ്മൾ ആദ്യം NH4 ട്വൈസ് SO4 ആക്കിയിട്ടല്ലേ മാറ്റണേ. ട്വൈസ് SO4 ആക്കിയിട്ടാണ് മാറ്റണം. പിന്നെ NaOH ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അമോണിയ ആക്കിയിട്ട് മാറ്റണത്. അപ്പോൾ ഡൈജഷൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അവിടെ അസിഡിക് കണ്ടീഷൻ എന്നാണ് ഉദ്ദേശം. അപ്പോൾ ആ അസിഡിറ്റി കൊടുക്കുന്ന സമയത്ത് H2SO4 കൊടുക്കുന്ന സമയത്ത് NH4 ട്വൈസ് SO4 ആയിട്ട് മാറും. സോ ദി ആൻസർ ഓപ്ഷൻ ബി ആണ്. അല്ലെങ്കിൽ ആ ഒന്നാമത്തെ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പേര് വിളിക്കുക എന്ന് കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഇൻ കാരിയസ് ട്യൂബ് കോമ്പൗണ്ട് ക്ലോറിൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ ഉള്ളൊരു കോമ്പൗണ്ട് വാസ് ട്രീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് HNO3 ആൻഡ് AgNO3. എടാ, ഫ്യൂമിംഗ് HNO3 ആൻഡ് AgNO3 എവിടെ യൂസ് ചെയ്യുക? ഹാലജൻ്റെ ഡിറ്റക്ഷനിലാണെന്ന് നമുക്കറിയാം. കാരിയസ് ട്യൂബിൽ ഹാലജൻ്റെ എസ്റ്റിമേഷനിലാണ്. ആഫ്റ്റർ ഫിൽട്രേഷൻ, ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ AgX ഉണ്ടായിട്ടുണ്ടാവും. വാഷിംഗ്, എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വാസ് ഫൗണ്ട്. അതാരാ? AgCl. ഓപ്ഷൻ എ. AgX ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ AgX ആരാണ്? AgCl ആണ്. കാരണം ഇവിടെ ക്ലോറിൻ ഉണ്ട്. പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ് ആരാടാ? എക്സസൈസ് 2-ലെ 200ാമത്തെ ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹൂസ് പോയിൻറ്റ് എത്ര ഗ്രാമാണ് എന്നുള്ളത് അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രൊഡ്യൂസ് 0.23 ഗ്രാം ഓഫ് ബേരിയം സൾഫേറ്റ്. ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് സൾഫർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? X/W ഇൻറ്റു 32 ഡിവൈഡർ ബൈ 233 ഇൻറ്റു 100 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ W ഇവിടെ തന്നിട്ടുണ്ട്. W ആണ് ഈ തന്നത്. അത് നിങ്ങളെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് നോക്കുക. ഇത് X സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കാണാം. ടു ഡിറ്റർമിൻ ദ വെയിറ്റ് ഓഫ് ഹാലജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, ദി കോമ്പൗണ്ട് ഇസ് ഹീറ്റഡ് ഫ്യൂമിംഗ് HNO3 ഇൻ പ്രസൻസ് ഓഫ്. ഫ്യൂമിംഗ് HNO3 ഏതിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുക? AgNO3. അപ്പോഴല്ലേ നമുക്ക് ഫൈനലി AgX കിട്ടുക. ഡ്യൂറിംഗ് ദി എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ് ഇൻ ദി ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ദി ഫൈനൽ പ്രസിപ്പിറ്റേറ്റ്. ഫോസ്ഫറസിൻ്റെ എസ്റ്റിമേഷനിൽ 2 രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് Mg2P2O7 എന്നുള്ള രൂപത്തിലേക്കോ അല്ലെങ്കിൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റോ ആക്കി മാറ്റാം. Mg2P2O7 ഇല്ല, അപ്പോൾ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്. ഓപ്ഷൻ ബി. 2 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചതല്ലേ. ക്ലിയർ. 0.25 gram of an organic compound containing carbon and hydrogen and oxygen was analyzed by the combustion method. Increase in weight of calcium chloride tube. Calcium chloride ട്യൂബിൻ്റെയും പൊട്ടാഷ് ബൾബിൻ്റെയും ഇൻക്രീസ് ഇൻ വെയിറ്റ് 0.15 ഗ്രാമും 0.873 ഗ്രാമുമാണ്. എന്ത് മനസ്സിലായി? കാൽസ്യം ക്ലോറൈഡിലെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് വാട്ടറാണ്. വെയിറ്റ് ഓഫ് വാട്ടർ അതെത്രയാണ്? 0.15 ഗ്രാമാണ്. ഓക്കെ. പൊട്ടാഷ് ബൾബ് എന്ന് പറഞ്ഞാൽ KOH ആണ്. KOHൻ്റെ യൂട്യൂബിൻ്റെ മാസ് കൂടുന്നുണ്ടെങ്കിൽ അത് ആരെ അബ്സോർബ് ചെയ്തതുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 0.1873 ആണ്. കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇനി സിമ്പിൾ. നിങ്ങൾ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 100-ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആദ്യം ചെയ്യൂ. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 0.15 ഡിവൈഡർ ബൈ ഓർഗാനിക് കോമ്പൗണ്ട് 0.25 ഇൻറ്റു 2 ഡിവൈഡർ ബൈ 18 ഇൻറ്റു 100.
ഓക്കെ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ 0.1873 ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു 12/44 ഇൻറ്റു 100 പഠിപ്പിച്ചതല്ലേ. രണ്ട് ഇക്വേഷൻസ്. വാല്യൂ കണ്ടെത്തുക. പെർസെൻറ്റേജ് ഓഫ് കാർബൺ കിട്ടും, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കിട്ടും. അത് 100-ൽ നിന്ന് മൈനസ് ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജനും കിട്ടും. കിട്ടാതിരിക്കില്ല. എവിടെ പോകാൻ? 0.36 gram ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കമ്പഷൻ ഗീവ് 0.01 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എടാ മോളാണ് തന്നത്. ഓക്കെ. 0.005 മോൾ ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ. മോനെ 0.01 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 0.01 ഇൻറ്റു 44 അഥവാ 0.44 gram ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് മനസ്സിലാക്കുക. 0.05 മോൾ വാട്ടർ ആണെന്ന് പറഞ്ഞാൽ 0.05 ഇൻറ്റു വാട്ടറിൻ്റെ മാസ് 18, 5 ഇൻറ്റു 18 90, 0.9 gram വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നത് മോളിലായിരിക്കും, അതിനെ മാസിലേക്ക് മാറ്റി. സിമ്പിൾ. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? വെള്ളത്തിൻ്റെ മാസ്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആദ്യം കാണാം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്. അതിപ്പോൾ കിട്ടി. എത്ര? 0.44 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 0.36 അല്ലേ, ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ ഇതും കട്ടായി പോയ 0.01 ഇവിടെ വരും. നിങ്ങൾ ഡയറക്റ്റ് ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. ഇനി ബാക്കി നിങ്ങൾ ചെയ്യുക. 12, 36 ഒരു 30% കാർബൺ ഉണ്ടാകും. ബാക്കി ഹൈഡ്രജൻ ചെയ്ത് നോക്കുക. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 0.01 ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100 വരിക അല്ലേ. 0.05 ഓക്കെ. 0.05 ഇൻറ്റു 18 എന്നുള്ളത് ഇവിടെ കട്ടായിപ്പോയി. ഇൻറ്റു 2 ഇങ്ങനെ വരും. അപ്പോൾ 0.05 ഇൻറ്റു 0.1 ഇൻറ്റു 100 36 നിങ്ങൾ ചെയ്ത് നോക്ക്. ഓപ്ഷൻ എ ആവാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ ഏതായാലും കാൽക്കുലേഷൻ നിങ്ങളെ ഏൽപ്പിച്ചു, മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ നൈട്രജൻ ഗ്യാവ്. എടാ ജൽഡാൾസ് മെത്തേഡ് നോക്കിക്കോ. നൈട്രജൻ ജൽഡാൾസ് അല്ല, ഡ്യൂമാസ് മെത്തേഡ്. നൈട്രജൻ ആണ് ഇവിടെയും തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡ്യൂമാസ് മെത്തേഡിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? വി ഡിവൈഡ് ബൈ 8W. വി എന്താ? വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP. അതിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. STP NTP ഒക്കെ ഒരേപോലെ തന്നെ എടുക്കണം. 50 ml ആണ് തന്നിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞു. 50 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു വോളിയം 0.290. പരിപാടി ചെയ്തു നോക്ക്. ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആൻസർ നിങ്ങളെ ഏൽപ്പിച്ചു. പരിപാടി ചെയ്ത് നോക്കിയാൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കുക. അടുത്ത് നോക്കടാ. ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് നൈട്രജൻ ബൈ ഡ്യൂമാസ് മെത്തേഡ്. ഇത് ഡ്യൂമാസ് മെത്തേഡാണ്. 0.2 gram ഓഫ് എന്ന് പറഞ്ഞാൽ W ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ഗീവ് 20.7 ml ഓഫ് മോയിസ്റ്റ് നൈട്രജൻ. ഹലോ, മോയിസ്റ്റ് നൈട്രജൻ മനസ്സിലാക്കണം. അക്വസ്റ്റൻഷൻ തന്നിട്ടുണ്ടാവും, പോയി നോക്കാം. അറ്റ് 15 degrees Celsius ആൻഡ് 776 mmHg കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ ദി കോമ്പൗണ്ട്. അക്വസ്റ്റൻഷൻ തന്നിട്ടുണ്ട്. 16 mm ആണ്. 1 liter ഓഫ് നൈട്രജൻ അറ്റ് NTP. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് ആവശ്യമില്ലാത്ത വാല്യൂ ആണ്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ 8W. ഇവിടുത്തെ വോളിയം തന്നിട്ടില്ല. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് വോളിയം ആദ്യം നമ്മൾ ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് വി എങ്ങനെയായിരുന്നു? 760 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ 273 STPയിലുള്ള കണ്ടീഷൻ വിൽ ബി ഈക്വൽ ടു എന്താ ഉണ്ടായിരുന്നത്? പ്രഷർ അറ്റ് റൂം കണ്ടീഷൻ. പ്രഷർ എത്രയാണ്? 776 ആണ്. പക്ഷേ അതിൽ 16 mm വെള്ളമാണ്. ബാക്കി എത്ര ഉണ്ടാവും? 760 തന്നെ ഉണ്ടാവും. ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എത്രയാണ്? 15 degree Celsius ആണ്. അപ്പോൾ 298 Kelvin. 760 കട്ടായിപ്പോയി. ഇവിടുത്തെ വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം? 20.7 ആണ്. 20.7 ആണ്. ഇനി ഈ വോളിയമാണ് നിങ്ങൾ കാണേണ്ടത്. വോളിയം ഈസ് ഈക്വൽ ടു 20.7 ഇൻറ്റു 273 ഡിവൈഡ് ബൈ 298. അപ്പോൾ 20.7 ഒരു പൊടി കുറവുണ്ടാവും. ആ കുറവുള്ള വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടെത്തുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ഡിവൈഡ് ബൈ 8 ഇൻറ്റു വെയിറ്റ് എത്രയാണെന്ന് തന്നെ 0.2 നിങ്ങൾ ചെയ്യുക. ഞാൻ നമുക്ക് നിൽക്കണില്ല, കളി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇഫ് ദി അമോണിയ, ഹലോ ജൽഡാൾസ് മെത്തേഡ്. അമോണിയ കണ്ടാൽ ഉറപ്പിച്ചോ ജൽഡാൾസ് മെത്തേഡാണ്. obtained from 0.216 gram of an organic compound, this is W, by Jaldad's method of analysis neutralize.
ക്വസ്റ്റ്യൻ മനസ്സിലായി? അപ്പോൾ ആ സംഗതി മനസ്സിലായില്ലേ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ മെനക്കെട്ട് എഴുതി തന്നത്? എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് പോയാൽ ഒരു തേങ്ങയും നടക്കില്ല എന്ന്. ക്വസ്റ്റ്യൻ വരുന്നത് 8 വിധത്തിലാണ്, മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിച്ച H2SO4ൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതിൻ്റെ നോർമാലിറ്റിയും തന്നിട്ടുണ്ട്. നോർമാലിറ്റിയാണ് തന്നത്, മൊളാരിറ്റി ആണെങ്കിലുള്ള ഇക്വേഷൻ വേറെ തന്നു. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ്? എടാ അപ്പോൾ തന്നത് എന്താ? നമ്മളെ 8 വിധത്തിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിച്ച H2SO4ൻ്റെ വോളിയം ആൻഡ് നോർമാലിറ്റി തന്നാൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 നോർമാലിറ്റി ഇൻറ്റു എന്തായിരുന്നു? വോളിയം ഡിവൈഡഡ് ബൈ W. ഡയറക്റ്റ് ഇക്വേഷൻ ആയിരുന്നു, ശരിയല്ലേ? ഇത് മൊളാരിറ്റി ആണെങ്കിലാണ് ഇൻറ്റു 2 വരിക. സോ 1.4 ഇൻറ്റു നോർമാലിറ്റി എത്ര? 0.1150 ഇൻറ്റു വോളിയം എത്ര? 23.85 ഡിവൈഡഡ് ബൈ W എത്ര? 0.216. ചെയ്തു. എത്രയാണ് വാല്യൂ എന്നുള്ളതിലല്ല, ഇക്വേഷൻ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് പ്രശ്നം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ എസ്റ്റിമേഷൻ. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. ഇതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചോ. ആ ജെൽഡാൽസ് മെത്തേഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ. 8 ഇക്വേഷൻ 8 ആയിട്ട് തന്നെ പഠിച്ചോ, ഉപകാരമുണ്ട്. താങ്ക് യു.